കൊണ്ട് പഠിക്കാം. അയ്യോ ചെറിയ നെറ്റ്വർക്ക് പ്രോബ്ലം വന്നതുകൊണ്ടാണ് കേട്ടോ. ഓക്കെ, എല്ലാവരും കേൾക്കുന്നുണ്ടോ? യെസ് മാം. മാം ഒന്ന് ഓൾ മ്യൂട്ട് കൊടുക്കാമോ? ഓൾ മ്യൂട്ട് ചെയ്യാം കേട്ടോ. അതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്, എന്നിട്ട് ഞാൻ ഓൾ മ്യൂട്ട് കൊടുക്കാം. ഓക്കെ, എന്റെ പേര് വന്ദന എന്നാണ് കേട്ടോ. ഓക്കെ, നമ്മൾ ഇന്ന് നമ്മുടെ ഫസ്റ്റത്തെ സെഷൻ ആരംഭിക്കാൻ പോവാണ്. ഓക്കെ, അപ്പൊ നമുക്കറിയാലേ നമ്മുടെ ക്ലാസ് 1.5 മണിക്കൂറിന്റെ ക്ലാസ് ആണ്. ഇപ്പൊ സ്റ്റാർട്ട് ചെയ്ത 12 മണിക്ക് നമ്മുടെ ക്ലാസ് അവസാനിക്കും. അപ്പൊ എന്തെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാല് ക്ലാസ് അവസാനിക്കുന്നതിന്റെ ഒരു 10 to 15 മിനിറ്റ്സ് ഞാൻ എന്ത് ചെയ്യും, അൺമ്യൂട്ട് ചെയ്യും. അതായത് ഇപ്പൊ ഓൾ മ്യൂട്ട് ചെയ്തിട്ടാണ് ഞാൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ക്ലാസ് അവസാനിക്കുന്നതിന്റെ ഒരു 10 to 15 മിനിറ്റ്സ് ഞാൻ അൺമ്യൂട്ട് ചെയ്യും. അപ്പൊ ആ സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ എന്തെങ്കിലും ക്ലിയർ ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഞാൻ എന്തെങ്കിലും പോർഷൻസ് റിപ്പീറ്റ് ചെയ്ത് പറയേണ്ടതായിട്ടുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് പറയാം കേട്ടോ. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ, അപ്പൊ ഞാന് ഓൾ മ്യൂട്ട് ചെയ്യാൻ പോവാണ് കേട്ടോ. ഓക്കെ മാം. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ബ്ലഡ് ബാങ്ക് ആണ് കേട്ടോ. ഓക്കെ, പിന്നെ നിങ്ങൾ ഇന്നലെ മിസ് പറഞ്ഞിട്ടുണ്ടാവും, നമുക്ക് 1-2 മൊഡ്യൂളുകളിലായിട്ട് 35 ചാപ്റ്റേഴ്സ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ ഈ 35 ചാപ്റ്റേഴ്സും നിങ്ങൾ പ്രിന്റ് എടുത്ത് സൂക്ഷിച്ചു വെക്കണം കേട്ടോ. അത് നിങ്ങളൊരു ഫയലാക്കിയിട്ടോ ബുക്ക് ടെക്സ്റ്റ് ആക്കിയിട്ടോ നിങ്ങൾ സൂക്ഷിച്ചു വെക്കണം. അതായത് നമ്മൾ ഓർഡറിലായിരിക്കില്ല ക്ലാസ് പോകുന്നുണ്ടാവുക. അപ്പൊ നമ്മൾ ഒരു ക്ലാസ്സുകൾ വരുമ്പോൾ നിങ്ങളുടെ ടോപ്പിക്സ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് വരും കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഞാൻ ഇടയ്ക്ക് നിങ്ങളോട് ചോദിക്കും കേട്ടോ, ക്ലിയർ ആവുന്നുണ്ടോ, ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് ചോദിക്കും. അപ്പൊ നിങ്ങൾ റെസ്പോണ്ട് ചെയ്യണം. കാര്യം നമ്മൾക്ക് അറിയാലേ ഇതൊരു ഓൺലൈൻ ക്ലാസ് ആണ്. അപ്പൊ ഞാൻ കാണുന്നില്ല. അപ്പൊ നിങ്ങളുടെ ഫേഷ്യൽ എക്സ്പ്രഷൻസ് കാണുകയാണെങ്കിൽ നേരിട്ട് കാണുകയാണെങ്കിൽ എനിക്ക് മനസ്സിലായോ ഇല്ലെന്ന് അറിയാൻ പറ്റും. ഇപ്പൊ ഇങ്ങനെ ആവുമ്പോൾ അറിയാൻ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പൊ നിങ്ങൾ കറക്റ്റ് ആയിട്ട് റെസ്പോണ്ട് ചെയ്യണം കേട്ടോ. ഓക്കെ, ശരി. അപ്പൊ നമുക്കിന്ന് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ബ്ലഡ് ബാങ്ക് ആണ്. അപ്പൊ ഞാൻ ജനറൽ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയാം. ഓക്കെ, പിന്നെ ഒരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കുക, നിങ്ങൾ 2 നോട്ട്ബുക്സ് നിങ്ങൾ കീപ്പ് ചെയ്ത് വെക്കണം. കാര്യം നമ്മൾ ക്ലാസ് എടുക്കുന്ന സമയത്ത് എന്തെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാവാത്ത ചില വേർഡിന്റെ മീനിങ്സ് ആവാം, അല്ലെങ്കിൽ നമ്മൾ എക്സ്ട്രാ പറയുന്ന എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടാവാം. അപ്പൊ അതൊക്കെ ഒന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് വെച്ചോളൂ കേട്ടോ. ലെക്ചർ നോട്ടൊക്കെ എഴുതൂലേ, അതുപോലെ നിങ്ങൾ എഴുതി വെച്ചോളൂ, നിങ്ങളുടെ ലാംഗ്വേജിൽ എഴുതി വെച്ചോളൂ. കാര്യം നിങ്ങൾ പിന്നീട് പഠിക്കുന്ന സമയത്ത് നിങ്ങളുടെ ലാംഗ്വേജിൽ എഴുതി നിങ്ങൾക്ക് അത് ഓർത്തെടുക്കാനും റീകളക്ട് ചെയ്യാനൊക്കെ എളുപ്പമുണ്ടാവും. ഓക്കെ, അതുകൊണ്ടാണ്. അപ്പൊ 2 നോട്ട്ബുക്സ് നിങ്ങൾ കീപ്പ് ചെയ്ത് വെക്കണം കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്കറിയാം അല്ലെ, ബ്ലഡ് അല്ലെ, എന്താണ് ബ്ലഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ജീവന്റെ നദി എന്നാണ് ബ്ലഡ് അറിയപ്പെടുന്നത് അല്ലെ. നമ്മുടെ ജീവന്റെ നദി എന്നറിയപ്പെടുന്നത് എന്താണ്? ബ്ലഡ് ആണ്. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് അറിയാമോ, സാധാരണ ശരാശരി ആരോഗ്യവാനായിട്ടുള്ള ഒരാളുടെ ശരീരത്തിൽ ഏകദേശം എത്ര ലിറ്റർ ബ്ലഡ് ഉണ്ടാവും അറിയാമോ? ഏകദേശം 5 ലിറ്ററോളം ബ്ലഡ് ഉണ്ടാവും. എത്ര ലിറ്റർ ബ്ലഡ് ഉണ്ടാവും? 5 ലിറ്റർ ബ്ലഡ് ആണ് ഒരു ശരാശരി ആരോഗ്യവാനായിട്ടുള്ള ഒരാളുടെ ശരീരത്തിൽ ഉണ്ടായിരിക്കുക. ഓക്കെ, അതുപോലെ നമ്മൾ മനസ്സിലാക്കണം 2 കാര്യങ്ങൾ. നിങ്ങൾക്ക് ഫെമിലിയർ ആയിട്ടുള്ളതാണ് എന്നാലും ഞാൻ പറയാം. 2 ടേംസുകൾ നമ്മൾ എപ്പോഴും മനസ്സിലാക്കി വെക്കണം. ഒന്നെന്താണ്? ഡോണറും മറ്റൊന്ന് റെസിപ്പിയന്റും. ഓക്കെ, എന്താണ് പറഞ്ഞത്? ഡോണറും റെസിപ്പിയന്റും. ഇനി നമ്മൾ ചാപ്റ്ററിലോട്ട് വരുമ്പോൾ ഡോണർ റെസിപ്പിയന്റ് എന്നൊക്കെ പറയുന്നത് നമ്മൾ കൺഫ്യൂഷൻ വരരുത്, അതുകൊണ്ട് പറയുന്നുണ്ട് കേട്ടോ. ഡോണർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ആർക്കാണോ നമ്മൾ ബ്ലഡ് കൊടുക്കുന്ന വ്യക്തി, ഓക്കെ, നമ്മളാണ് ദാനം ചെയ്യുന്നത്. ദാനം ചെയ്യുന്ന വ്യക്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡോണർ അല്ലെങ്കിൽ ദാതാവ് എന്ന് പറയുന്നത്. ഓക്കെ, ഡോണർ അല്ലെങ്കിൽ ദാതാവ് എന്ന് നമ്മൾ പറയും. ഇനി ബ്ലഡ് സ്വീകരിക്കുന്ന ആൾക്ക്, ഏതൊരാളാണോ ബ്ലഡ് സ്വീകരിക്കുന്നത് ആ വ്യക്തിനെ നമ്മൾ എന്താ പറയാ? സ്വീകർത്താവ് അല്ലെങ്കിൽ റെസിപ്പിയന്റ് എന്നാണ് പറയാ. ഓക്കെ, ബ്ലഡ് സ്വീകരിക്കുന്ന വ്യക്തി ആരാണോ അദ്ദേഹത്തിന് നമ്മൾ എന്ത് പറയും? റെസിപ്പിയന്റ് അല്ലെങ്കിൽ സ്വീകർത്താവ് എന്ന് പറയും. ഓക്കെ, റെസിപ്പിയന്റ് മിക്കവാറും ആരായിരിക്കും?
ഒരു പേഷ്യന്റ് ആയിരിക്കും അല്ലെ? ഒരു പേഷ്യന്റ് ആയിരിക്കും മിക്കവാറും നമുക്ക് ബ്ലഡ് ആവശ്യമായിട്ട് വരുന്ന സിറ്റുവേഷനിൽ പേഷ്യന്റ് ആയിരിക്കും അല്ലെ? അപ്പൊ ആ രണ്ട് ടേംസുകൾ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്, എന്നാലും ഞാൻ ഒന്ന് പറഞ്ഞെന്ന് മാത്രം. ഓക്കെ, പിന്നെ നമുക്ക് ഡോണർ എന്താണെന്നും റെസിപ്പിയന്റ് എന്താണെന്നും നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഇനി നമുക്കറിയാം രക്തദാനം മഹാദാനം എന്നാണ് പറയുന്നത് അല്ലെ? വളരെ എന്താ പറയാ വിശാലമായിട്ട് മനസ്സുള്ളവർക്ക് മാത്രമാണ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ അല്ലെ? നിങ്ങളിൽ പലരും ഒരുപക്ഷെ ബ്ലഡ് ഒക്കെ ഡൊണേറ്റ് ചെയ്ത ആളുകളൊക്കെ ഇതിനകത്ത് ഉണ്ടാവും. എന്തായാലും വളരെ വലിയൊരു കാര്യമാണ് അല്ലെ രക്തദാനം എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, വേൾഡ് ബ്ലഡ് ഡൊണേഷൻ ഡേ എന്നാണെന്നറിയാമോ? ലോക രക്തദാന ദിനം എന്നാണെന്നറിയാമോ? ആർക്കെങ്കിലും അറിയാമോ? സൗണ്ട് ക്ലാരിറ്റി കുറവുണ്ടെന്നോ? ചോദിക്കട്ടെ, എല്ലാവർക്കും കേൾക്കാൻ പറ്റുന്നുണ്ടോ? സൗണ്ട് ക്ലാരിറ്റി കുറവുണ്ട് മാം. ക്ലാരിറ്റി കുറവുണ്ടോ? യെസ്. ഒരു മിനിറ്റ് അങ്ങോട്ടൊന്ന് ചെക്ക് ചെയ്യട്ടെ. ക്ലാരിറ്റി കുറവുണ്ട്. സൗണ്ട് ക്ലാരിറ്റി കുറവുണ്ട്. ക്ലാരിറ്റി കുറവുണ്ടെന്ന് പറയണത് സൗണ്ടിന് ക്ലാരിറ്റി കുറവുണ്ട്. ഞാൻ സംസാരിക്കുന്നത് കേൾക്കുന്നില്ല എന്ന് പറഞ്ഞു. ഇപ്പൊ കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ടോ ഇപ്പൊ? ഓക്കെ, ഓക്കെ ആണല്ലേ? ഓക്കെ, ചെറിയ നെറ്റ്വർക്ക് പ്രോബ്ലം വന്നു കേട്ടോ, അതുകൊണ്ടാണ്. ഇപ്പൊ കേൾക്കുന്നുണ്ടല്ലോ അല്ലെ? ഓക്കെ, ഞാൻ ഓൾ മ്യൂട്ട് ചെയ്യാണ്. ഓക്കെ, ഓക്കെ. അപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് എന്തായിരുന്നു? രക്തദാനം മഹാദാനം എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലെ? ഓക്കെ, അപ്പൊ ഞാൻ ചോദിച്ചു വേൾഡ് ബ്ലഡ് ഡൊണേഷൻ ഡേ എന്നാണ് ചോദിച്ചു അല്ലെ? ലോക രക്തദാന ദിനം ആയിരിക്കും ജൂൺ 14. ഓക്കെ ഓക്കെ, ജൂൺ 14 അല്ലെ? ജൂൺ 14. മ്യൂട്ട് ചെയ്ത് വെക്കണേ. ഓക്കെ, ഞാൻ ഓൾ മ്യൂട്ട് ചെയ്യട്ടെ. ഓക്കെ, അപ്പൊ വേൾഡ് ബ്ലഡ് ഡൊണേഷൻ അല്ലെ ലോക രക്തദാന ദിനം എന്ന് പറയുന്നത് ജൂൺ 14. അങ്ങനെയാണെങ്കിൽ നാഷണൽ ബ്ലഡ് ഡൊണേഷൻ ഡേ എന്താണ്? നമ്മൾ ഇന്ത്യയിലോട്ട് വരുവാണെങ്കിൽ നാഷണൽ ബ്ലഡ് ഡൊണേഷൻ ഡേ എന്താണ് അറിയാമോ ആർക്കെങ്കിലും? ആ ഓക്കെ, സെപ്റ്റംബർ 4 അല്ല, ഒക്ടോബർ 1 കേട്ടോ. നോട്ട് ചെയ്ത് വെക്കാം, ഒക്ടോബർ 1. അപ്പൊ ഞാൻ രണ്ട് കാര്യങ്ങൾ പറഞ്ഞു, നിങ്ങളുടെ നോട്ട്ബുക്കിൽ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. വേൾഡ് ബ്ലഡ് ഡൊണേഷൻ ഡേ എന്ന് പറയുന്നത് ജൂൺ 14, നാഷണൽ ബ്ലഡ് ഡൊണേഷൻ ഡേ എന്ന് പറയുന്നത് ഒക്ടോബർ 1. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ, ഇനി നമ്മൾ രക്തം ദാനം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്.
ചില പ്രോട്ടോകോൾ അനുസരിച്ചിട്ടാണ് നമ്മൾ രക്തം എന്ത് ചെയ്യുന്നത്, ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്നത്. അതെന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. ഇതൊക്കെ പറഞ്ഞതിന് ശേഷം നമുക്ക് ചാപ്റ്ററിലോട്ട് കടക്കാം. അതല്ലെങ്കിൽ നിങ്ങൾ ചാപ്റ്ററിലേക്ക് വരുമ്പോൾ നമുക്ക് കുറച്ച് ഡ്രൈ ആയിട്ടൊരു ഫീലിംഗ് വരും. ഓക്കെ, അതുകൊണ്ടാണ്. അപ്പൊ നോക്കാം, രക്തം ദാനം ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്. ഒന്നാമത്തെ കാര്യം വയസ്സാണ് കേട്ടോ. വയസ്സാണ്. 18 വയസ്സിനും 65 വയസ്സിനും ഇടയിൽ പ്രായമുള്ളവരാണ് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാനായിട്ട് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ആൾക്കാർ. മനസ്സിലായോ? 18 വയസ്സിനും 65 വയസ്സിനും ഇടയിലുള്ളവര് എന്ന് പറഞ്ഞാൽ 18 വയസ്സിനും താഴാനും പാടില്ല, 65 വയസ്സിന് മുകളിലുള്ളവരാവാനും പാടില്ല. ആ ഒരു ഏജ് ലിമിറ്റ് ആയിരിക്കണം. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. രണ്ടാമത്തെ ഒരു ഫാക്ടർ പറയുന്നത് എന്താണെന്ന് വെച്ചാല് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്ന വ്യക്തിയുടെ ശരീരഭാരം. ഓക്കെ, ശരീരഭാരം എങ്ങനെയായിരിക്കണം? 45 കിലോഗ്രാമിനും മുകളിലായിരിക്കണം. ഓക്കെ, 45 കിലോഗ്രാമിന് മുകളിൽ. അതെ, കറക്റ്റ് ആണ്. മിനു കറക്റ്റ് ആണ്. 45 to 50 kg കറക്റ്റ് ആണ് കേട്ടോ. 45 മുകളിലായിരിക്കണം അവരുടെ ശരീരഭാരം എന്ന് പറയുന്നത്. പിന്നെ മൂന്നാമത്തെ ഒരു കാര്യം എന്താണ്, ഈ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്ന വ്യക്തി എങ്ങനെയായിരിക്കണം? ഫിസിക്കലി ആൻഡ് മെന്റലി ഫിറ്റ് ആയിരിക്കണം അല്ലെ. എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വളരെ ആരോഗ്യവാനായിട്ടുള്ള അല്ലെങ്കിൽ ഒരു ആരോഗ്യകരമായിട്ടുള്ള ജീവിതം നയിക്കുന്ന വ്യക്തിയായിരിക്കണം എന്ത്, ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്ന ആള്. അതോടൊപ്പം തന്നെ എന്തായിരിക്കണം? മെന്റലി ഫിറ്റ് ആയിരിക്കണം. നമുക്കറിയാല്ലേ, ചില ആളുകൾക്ക് ബ്ലഡ് കാണുമ്പോഴൊക്കെ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും അല്ലെ, ചിലപ്പോൾ ഉണ്ടാവാം. അപ്പൊ അവരൊക്കെ എന്തായിരിക്കണം? മെന്റലി ഫിറ്റ് ആയിരിക്കണം, മാനസികമായിട്ട് അതിനൊരു പ്രിപ്പയർഡ് ആയിരിക്കണം. ഓക്കെ, ഇനി മറ്റൊരു കാര്യം എന്താണ് പറയാനുള്ളത്, നമുക്ക് എപ്പോഴും അറ്റ് എ ടൈമിൽ, അതായത് ഒരു സമയത്ത് ഒരു വ്യക്തിയിൽ നിന്ന് നമ്മൾ ഏകദേശം 300 ml ബ്ലഡ് ആണ് നമ്മൾ കളക്ട് ചെയ്യുന്നത്. എത്ര ml ബ്ലഡ് ആണ്? 300 ml ബ്ലഡ് ആണ് നമ്മൾ കളക്ട് ചെയ്യുന്നത്. പലർക്കും ഒരു മിഥ്യാധാരണയുണ്ട്, ഈ ബ്ലഡ് എങ്ങനെ നമ്മൾ കൊടുക്കുന്ന സമയത്ത് നമുക്ക് ബോഡിക്ക് വല്ല ഇഷ്യൂസ് വരും. ഒരിക്കലും ഇല്ല. നമുക്കറിയാലേ, ആരോഗ്യവാനായിട്ടുള്ള മനുഷ്യന്റെ ശരീരത്തിൽ ഏകദേശം 5 ലിറ്ററോളം ബ്ലഡ് ഉണ്ട്. അതിനകത്തൊരു 300 ml ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്നതുകൊണ്ട് യാതൊരു പ്രശ്നങ്ങളൊന്നുമില്ല. അത് മാത്രമല്ല നമ്മളുടെ ബോഡി ഒരുപാട് ഉണ്ടാവും, ഫ്രഷ് ആവാനായിട്ട് അത് കാരണമാകും. ഓക്കെ, അപ്പൊ അതുകൊണ്ട് വളരെ നല്ലൊരു കാര്യമാണ് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുക എന്ന് പറയുന്നത്. പിന്നെ ആരോ കമന്റിൽ പറഞ്ഞിരുന്നു ഹീമോഗ്ലോബിൻ ലെവല് അല്ലെ, അതും കറക്റ്റ് ആണ് കേട്ടോ. ഏകദേശം ഹീമോഗ്ലോബിൻ ലെവല് 12.5 ഒക്കെ ഉണ്ടായിരിക്കണം. അപ്പൊ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെ അതുപോലെ തന്നെ ശ്രദ്ധിക്കുക. കറക്റ്റ് ആണ് കേട്ടോ. 12.5 ഒക്കെ ഹീമോഗ്ലോബിൻ വരണം സാധ്യത അല്ലെ. ഓക്കെ, ഫർവീൻ സഭ 12 കറക്റ്റ് ആണ്. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്. ഓക്കെ, വെരി ഗുഡ്. അതുപോലെ തന്നെ നോക്കൂ, ഗർഭിണികള്, മുലയൂട്ടുന്ന അമ്മമാര് അങ്ങനെയുള്ളവരൊന്നും ആ ഒരു സമയത്ത് എന്ത് ചെയ്യാൻ പാടില്ല, ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാനായിട്ട് പാടില്ല. ഓക്കെ, ഇതൊക്കെ നമുക്ക് ജനറൽ ആയിട്ട് അറിയാവുന്ന കുറച്ച് കാര്യങ്ങളാണ്. അതുപോലെ തന്നെ പുരുഷന്മാരുടെ കേസിലാണെങ്കിൽ അവർക്ക് ഒരു 3 മാസത്തിൽ ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റും, ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാം. 3 മാസത്തിൽ ഒരിക്കലും, 90 ഡേയ്സ് ആണ് അവർക്ക് പറയുന്നത്. ഇനി സ്ത്രീകളുടെ കാര്യത്തിലാണെങ്കിൽ അവർക്ക് 4 മാസത്തിൽ ഒരിക്കലും ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാം. അത് ഞാൻ പറഞ്ഞ ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദർ ഹെൽത്ത്. അവരുടെ ഹെൽത്തിനെ ആശ്രയിച്ചിരിക്കും. ഇത്തിരി ആരോഗ്യമുള്ള ഒരു സ്ത്രീയൊക്കെ ആണെങ്കിൽ അവർക്ക് 3 മാസത്തിൽ ഒരിക്കലും കൊടുക്കുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷെ നമ്മൾ ജനറൽ ആയിട്ട് പറയുമ്പോൾ എത്രയും പറയാം, സ്ത്രീകൾക്ക് ഒരു 120 ഡേയ്സ്, അതായത് ഒരു 4 മാസത്തിൽ ഒരിക്കലും അവർക്ക് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ക്ലിയർ ആണല്ലോ. പിന്നെ ഞാൻ ചോദിക്കട്ടെ, ബ്ലഡില് എത്ര കമ്പോണൻസ് ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയാമോ? നമ്മൾ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലേ. ബ്ലഡിൽ എത്ര കമ്പോണൻസ് ഉണ്ടെന്ന് അറിയാമോ? ബ്ലഡിൽ എത്ര കമ്പോണൻസ് ഉണ്ട്? വെരി ഗുഡ്. 2 അല്ല, 3 അല്ല, 4 ആണ് കേട്ടോ. കറക്റ്റ്, 4 ആണ്. കുറെ പേരൊക്കെ 4 പറഞ്ഞു, 5. ഓക്കെ, വെരി ഗുഡ്. 4 കമ്പോണൻസ് ആണ് ബ്ലഡിനകത്തുള്ളത് കേട്ടോ. ഓക്കെ, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. 4 കമ്പോണൻസ് ആണ്. ഏതൊക്കെയാണ്? RBC, WBC, പിന്നെ പ്ലേറ്റ്ലെറ്റ്, പ്ലാസ്മ. ഏതൊക്കെയാണ്? RBC, WBC, പ്ലേറ്റ്ലെറ്റ്, പ്ലാസ്മ. ഓക്കെ, RBC എന്താണ്? റെഡ് ബ്ലഡ് സെൽസ് അല്ലെ, അതിന്റെ രക്താണുക്കൾ എന്ന് പറയും. WBC എന്താണ്? വൈറ്റ് ബ്ലഡ് സെൽസ്, ശ്വേത രക്താണുക്കൾ എന്ന് പറയും. ഓക്കെ, പിന്നെ പ്ലേറ്റ്ലെറ്റ്സ് ഉണ്ട്, പ്ലാസ്മ ഉണ്ട്. നിങ്ങൾക്ക് ഈ ചാപ്റ്ററിനകത്ത് ഇതൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഞാൻ ജനറൽ ആയിട്ട് ജസ്റ്റ് നിങ്ങളോട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഓക്കെ, അപ്പൊ ജനറൽ ആയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. നിങ്ങൾ അതൊക്കെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും വിചാരിക്കുന്നു കേട്ടോ. അപ്പൊ ഇനി നമുക്ക് എന്തിലോട്ട് വരാം? ബ്ലഡ് ബാങ്കിലോട്ട് വരാം. ഓക്കെ, അപ്പോ കറക്റ്റ് ആണ്. സേഫ് നിസ, RBC, WBC, പ്ലേറ്റ്ലെറ്റ്, പ്ലാസ്മ കറക്റ്റ് ആണ് കേട്ടോ. അറിയാവുന്ന കാര്യമാണ് അല്ലെ. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ നോക്കൂ, നമുക്കിനി ബ്ലഡ് ബാങ്കിലോട്ട് വരാം.
അപ്പൊ ആദ്യം തന്നെ നിങ്ങളൊന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് വെച്ചോളൂ കേട്ടോ. ഫാദർ ഓഫ് ബ്ലഡ് ബാങ്ക്, അതായത് ഫാദർ ഓഫ് ബ്ലഡ് ബാങ്ക്, ബ്ലഡ് ബാങ്കിന്റെ ഉപജ്ഞാതാവ് അല്ലെങ്കിൽ ബ്ലഡ് ബാങ്കിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. അദ്ദേഹത്തിന്റെ പേരാണ് ചാൾസ് റിച്ചാർഡ് ഡ്രൂ. എന്താണ്? ചാൾസ് റിച്ചാർഡ് ഡ്രൂ. സ്പെല്ലിംഗ് പറയണോ? സ്പെല്ലിംഗ് പറയണോ? ചാൾസ് റിച്ചാർഡ് ഡ്രൂ. ചാൾസ് കേട്ടോ, CHARLES, CHARLES, ചാൾസ് റിച്ചാർഡ്, RICHARD, റിച്ചാർഡ് ഡ്രൂ, DREW. ഓക്കെ, കറക്റ്റ് ആണ്. നീതു കറക്റ്റ് ആണ് കേട്ടോ. ചാൾസ് റിച്ചാർഡ് ഡ്രൂ. ഓക്കെ, അദ്ദേഹമാണ് എന്തറിയപ്പെടുന്നത്? ബ്ലഡ് ബാങ്കിന്റെ പിതാവ് എന്ന് അറിയപ്പെടുന്നത് കേട്ടോ. ഫാദർ ഓഫ് ബ്ലഡ് ബാങ്ക്. ഓക്കെ, ഇനി നമുക്ക് അറിയാം ബ്ലഡ് ബാങ്ക് എന്ന് പറയുമ്പോൾ നമുക്ക് സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ എങ്ങനെ നമുക്ക് പറയാം? ബ്ലഡ് കളക്ട് ചെയ്ത് അത് എന്ത് ചെയ്യുന്നു? സ്റ്റോർ ചെയ്ത് വെച്ച് ആവശ്യക്കാർക്ക് വിതരണം ചെയ്യുന്ന ഒരു കേന്ദ്രമാണ് എന്ത്? ബ്ലഡ് ബാങ്ക് എന്ന് നമുക്ക് പറയാം. ഓക്കെ, എന്താണ്? ബ്ലഡ് കളക്ട് ചെയ്ത് അത് സ്റ്റോർ ചെയ്തിട്ട് ആവശ്യക്കാർക്ക് വിതരണം ചെയ്യുന്ന ഒരു കേന്ദ്രമാണ് ബ്ലഡ് ബാങ്ക് എന്നുള്ളത് നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് പറയാം. പക്ഷെ അത് മാത്രമാണോ ബ്ലഡ് ബാങ്ക്? അല്ല. ബ്ലഡ് ബാങ്കിനകത്ത് ഒരുപാട് ആക്ടിവിറ്റീസുകൾ നടക്കുന്നുണ്ട് കേട്ടോ. ബ്ലഡ് ബാങ്കിനകത്ത് ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അവ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതിനു മുമ്പ് ജനറൽ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാം, നിങ്ങളൊന്ന് കേട്ടിരിക്കാം. അതായത് 1ാം ലോക മഹായുദ്ധ സമയത്താണ് ആദ്യമായിട്ട് ബ്ലഡ് ബാങ്ക് എന്ന് പറയുന്ന ഒരു ആശയം നമ്മുടെ റെഡ് ക്രോസ് സൊസൈറ്റി കൊണ്ടുവരുന്നത്. അപ്പൊ അക്കാലഘട്ടത്തിൽ എങ്ങനെയാന്ന് വെച്ചാൽ ഹോൾ ബ്ലഡ് ആണ് വരുന്നത്. ഹോൾ ബ്ലഡ്, WHOLE, ഹോൾ കേട്ടോ. ഹോൾ ബ്ലഡ് എന്ന് വെച്ചാൽ മൊത്തമായിട്ടായിരുന്നു ആ ബ്ലഡ്. അത് കളക്ട് ചെയ്യുന്നു, അത് കുപ്പിയിൽ സൂക്ഷിക്കുന്നു, അതങ്ങനെ തന്നെ മറ്റൊരാൾക്ക് ട്രാൻസ്ഫർ ചെയ്യുക. ആ ഒരു രീതിയായിരുന്നു അന്നുണ്ടായിരുന്നത്. പക്ഷെ അങ്ങനെ നമ്മൾ ഹോൾ ബ്ലഡ് ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യുമ്പോഴത്തെ ഒരു പ്രശ്നം എന്താണെന്ന് അറിയാമോ? നമ്മൾ ഹോൾ ബ്ലഡ് എന്ന് പറയുമ്പോൾ അതിനകത്ത് എല്ലാ കമ്പോണൻസും ഉണ്ടായിരിക്കും, വളരെ റിച്ച് ആയിരിക്കും. ദാറ്റ് മീൻസ് എല്ലാ കമ്പോണൻസും അതിനകത്ത് ഉണ്ടായിരിക്കും. സൗണ്ട് കുറവുണ്ടാവും. ഓക്കെ, എല്ലാവർക്കും കേൾക്കാൻ പറ്റുന്നില്ലേ? കേൾക്കാൻ പറ്റുന്നില്ലേ? ഓക്കെ, ഇല്ല, കുറെ പേർക്കൊക്കെ കേൾക്കാൻ പറ്റുന്നുണ്ട്. ഓക്കെ, കുറച്ച് എനിക്ക് തോന്നുന്നു നെറ്റ്വർക്ക്, കുറെ പേർക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു നെറ്റ്വർക്കിന്റെ ഇഷ്യൂസ് ആയിരിക്കും. നിങ്ങൾ ഇരിക്കുന്ന ഒരു സ്ഥലം ഒന്ന് നോക്കണം കേട്ടോ. ഓക്കെ, ഓക്കെ, കേൾക്കാമെന്നാണ് പറയുന്നത്. അപ്പൊ നമുക്ക് കണ്ടിന്യൂ ചെയ്യാലോ? ഓക്കെ. അപ്പൊ അക്കാലഘട്ടത്തില് ബ്ലഡ് എങ്ങനെയായിരുന്നു? ഹോൾ ബ്ലഡ് ആയിട്ട് കളക്ട് ചെയ്ത് കുപ്പിയിലായിട്ട് സൂക്ഷിക്കും. അപ്പൊ എന്നിട്ട് അത് അങ്ങനെ തന്നെ മറ്റൊരാൾക്ക് എന്ത് ചെയ്യുമായിരുന്നു? ട്രാൻസ്ഫർ ചെയ്യായിരുന്നു. പക്ഷെ അങ്ങനെ ചെയ്യുമ്പോഴത്തെ പ്രശ്നം എന്താണെന്ന് അറിയാമോ? ഈ ബ്ലഡിനകത്ത് എല്ലാ കമ്പോണൻസും ഉണ്ടാവും. എല്ലാവർക്കും എല്ലാ കമ്പോണൻസും ആവശ്യമുണ്ടോ? ഇല്ല, എല്ലാവർക്കും എല്ലാ കമ്പോണൻസും ആവശ്യമായിട്ട് വരുന്നില്ല. അങ്ങനെ ഹോൾ ബ്ലഡ് ആയിട്ട് കൊടുക്കുമ്പോൾ സ്വീകരിക്കുന്ന വ്യക്തിയുടെ ശരീരത്തിൽ എന്ത് സംഭവിക്കും? ഫ്ലൂയിഡ് ഓവർലോഡ് ആവുക മാത്രമല്ല, അത് പല ഇംബാലൻസസ് ആവും, പല എന്താ പറയുക പ്രോബ്ലംസിലേക്കൊക്കെ അത് നയിക്കും. അപ്പൊ ആവശ്യമുള്ളവർക്ക് ആർക്ക് എന്താണോ ആവശ്യം അത് മാത്രം അവർക്ക് സപ്ലൈ ചെയ്താൽ മതി. ഇപ്പൊ ഒരു കുറച്ചും കൂടെ നിങ്ങൾക്ക് മനസ്സിലാവാനായിട്ട് ഒരു കാര്യം പറയാം. ഇപ്പൊ അനീമിക് ആയിട്ടുള്ള ഒരു പേഷ്യന്റ് ആണ് നോക്കിയിട്ട്, ഒരു മിനിറ്റ് കേട്ടോ. ഓക്കെ, അനീമിക് ആയിട്ടുള്ള ഒരു പേഷ്യന്റ് ആണെന്ന് ഇരിക്കട്ടെ, വിളർച്ചയുള്ള ആള്. അപ്പൊ ആ വ്യക്തിയെ സംബന്ധിച്ച് അവർക്ക് RBC മാത്രം എന്താണ് ആവശ്യം ഉണ്ടാവുള്ളൂ. അവർക്ക് RBC മാത്രം കൊടുത്താൽ മതി. ഇനി ചില പേഷ്യൻസിന്റെ കേസിൽ WBCക്ക് ആയിരിക്കും അവർക്ക് ആവശ്യം, അല്ല അതിന്റെ ഒരു ഡെഫിഷ്യൻസി ആയിരിക്കും. അപ്പൊ അങ്ങനെയുള്ളവർക്ക് എന്ത് മാത്രം കൊടുത്താൽ മതി? WBC മാത്രം കൊടുത്താൽ മതി. അതുപോലെ ഇപ്പൊ ഡെങ്കി ഫീവർ ഒക്കെ വരില്ലേ, ഡെങ്കിപ്പനിയൊക്കെ വരുന്ന സമയത്ത് അവരുടെ ഒക്കെ ബോഡിയിൽ പ്ലേറ്റ്ലെറ്റ്സിന്റെ കൗണ്ട് വളരെ കുറവായിരിക്കും. ഓക്കെ, അപ്പൊ അത്തരം കേസിൽ അവർക്ക് എന്താണ് ചിലപ്പോ വോയിസ് കട്ട് ആകുന്നുണ്ടല്ലോ അല്ലെ? കുറെ പേർക്കൊക്കെ കേൾക്കുന്നുണ്ടെന്നാണ് പറഞ്ഞത്. എല്ലാവർക്കും കേൾക്കുന്നില്ലേ? ഓക്കെ, ഓക്കെ, അപ്പൊ ഞാൻ കണ്ടിന്യൂ ചെയ്യാണ്. ഓക്കെ, ഇപ്പോ ലിവർ ഡിസീസ് ഉള്ളവരാണ്, ഞാനിപ്പോ ഡെങ്കിപ്പനിയുടെ കാര്യമാണ് പറഞ്ഞത്. ഓക്കെ, ഡെങ്കി ഫീവർ ഉള്ള ആളുകളെ സംബന്ധിച്ച് അവരുടെ ശരീരത്തില് പ്ലേറ്റ്ലെറ്റ്സിന്റെ കൗണ്ട് ആയിരിക്കും എന്ത് സംഭവിക്കുക? കുറവാക്കുക. അപ്പൊ അവർക്ക് എന്ത് ചെയ്താൽ മതി? പ്ലേറ്റ്ലെറ്റ്സ് മാത്രം അവർക്ക് കൊടുത്താൽ മതി. ഇനി ഇപ്പൊ ലിവർ ഡിസീസ് ഉള്ള ആളുകളാണെന്ന് വിചാരിക്കാം, അവരെ സംബന്ധിച്ച് പ്ലാസ്മ കമ്പോണന്റ് ആയിരിക്കും അവർക്ക് കുറവുണ്ടാകുക. അത്തരം ആളുകൾക്ക് നമ്മൾ എന്ത് കൊടുത്താൽ മതി?
പ്ലാസ്മ മാത്രം സപ്ലൈ ചെയ്താൽ മതി. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പൊ ഓരോരുത്തർക്കും എല്ലാവർക്കും എല്ലാം ആവശ്യമില്ല. ഓക്കെ, ആവശ്യമുള്ള കമ്പോണൻസ് മാത്രം അവർക്ക് സപ്ലൈ ചെയ്താൽ മതി. ആ ഒരു കൺസെപ്റ്റിൽ നിന്നുകൊണ്ടാണ് ഈ ഹോൾ ബ്ലഡിനെ നമ്മൾ പിന്നീട് എന്താക്കി ഓരോരോ കമ്പോണൻസുകൾ ആക്കിയിട്ട് എന്താണ് മാറ്റാൻ തുടങ്ങി, സെപ്പറേറ്റ് ചെയ്യാൻ തുടങ്ങി. അതായത് RBC ഒരു കമ്പോണന്റ്, WBC ഒരു കമ്പോണന്റ്, പ്ലേറ്റ്ലെറ്റ് ഒരു കമ്പോണന്റ്, പ്ലാസ്മ ഒരു കമ്പോണന്റ്, അങ്ങനെ ഡിഫറെന്റ് കമ്പോണൻസുകളായിട്ട് സെപ്പറേറ്റ് ചെയ്തുകൊണ്ട് ബ്ലഡ് ബാങ്കിൽ സൂക്ഷിക്കാനായിട്ട് തുടങ്ങി. അപ്പൊ ആവശ്യമുള്ള ആൾക്കാർക്ക് ആ കമ്പോണൻസ് മാത്രം കൊടുത്താൽ മതി. ഓക്കെ അല്ലേ? അങ്ങനെയാണ് ആ ഒരു കൺസെപ്റ്റിലേക്ക് വന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഇന്നിപ്പോ എന്താ ചെയ്യുന്നത്, ഇങ്ങനെ കമ്പോണൻസുകളായിട്ട് സെപ്പറേറ്റ് ചെയ്താണ് ബ്ലഡ് ബാങ്കിൽ സൂക്ഷിക്കുന്നത്. അപ്പൊ വരുന്ന ബ്ലഡ് കമ്പോണൻസ് ആക്കിയിട്ട് സെപ്പറേറ്റ് ചെയ്യുന്നു. എന്നിട്ട് ആന്റി കൊയാഗുലന്റുമായിട്ട് മിക്സ് ചെയ്തുകൊണ്ടാണ് ബ്ലഡ് ബാങ്കിൽ ബ്ലഡ് എന്ത് ചെയ്ത് വെക്കുന്നത്, സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. നമുക്കറിയാലേ, നമ്മുടെ കയ്യിൽ മുറിവൊക്കെ ഉണ്ടായി കഴിയുമ്പോൾ ബ്ലഡ് വരുന്നു, ഒരു 3 to 6 minutes ഒക്കെ കഴിയുമ്പോഴേക്ക് എന്ത് ചെയ്യും, ബ്ലഡ് ക്ലോട്ട് ആവാനായിട്ട് തുടങ്ങും അല്ലെ? അപ്പൊ നമ്മൾ ബ്ലഡ് ബാങ്കിനടുത്ത് എന്ത് ചെയ്യും, ആന്റി കൊയാഗുലന്റുമായിട്ട് മിക്സ് ചെയ്യും. അതില്ലാന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും, ബ്ലഡ് ക്ലോട്ട് ആവും, അത് ഉപയോഗശൂന്യമായിട്ട് പോകും അല്ലെ? അങ്ങനെ ബ്ലഡ് ആന്റി കൊയാഗുലന്റുമായിട്ട് മിക്സ് ചെയ്തുകൊണ്ടാണ് ബ്ലഡ് ബാങ്കിനടുത്ത് ബ്ലഡ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. പിന്നെ ഒരു കാര്യം ജസ്റ്റ് നിങ്ങൾ അറിഞ്ഞിരിക്കാൻ വേണ്ടി പറയാണ്, സാധാരണ ബ്ലഡ് ബാങ്കുകളിൽ ബ്ലഡ് നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഒരു ടെമ്പറേച്ചർ റേഞ്ച് ഉണ്ട്. അത് ഏകദേശം 2 to 6 ഡിഗ്രി സെന്റിഗ്രേഡ് ആണ് കേട്ടോ. 2 to 6 ഡിഗ്രി സെന്റിഗ്രേഡ്, 2 ഡിഗ്രിക്കും 6 ഡിഗ്രിക്കും ഇടയിലാണ്. പക്ഷെ ഐഡിയൽ ആയിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ഏകദേശം ഒരു 4 ഡിഗ്രി സെന്റിഗ്രേഡിലാണ് ബ്ലഡ് ബാങ്കുകളിൽ ബ്ലഡ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്, സൂക്ഷിച്ച് വെക്കുന്നത്. ഇപ്പൊ നമ്മൾ പറഞ്ഞതെല്ലാം ജനറൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ. ഇതൊക്കെ നിങ്ങൾക്ക് കേട്ടുകൊണ്ട് ചാപ്റ്ററിലേക്ക് കടക്കുമ്പോൾ കുറച്ചും കൂടെ നിങ്ങൾക്ക് നല്ലതായിരിക്കും. ഓക്കെ, അപ്പൊ ഇതൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ക്ലിയർ ആണോ? ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഫോളോ ചെയ്ത് പോകാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചോദിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്ന് അറിയാനായിട്ട്. ഞാൻ സ്പീഡ് വല്ലതും കുറയ്ക്കണോ, കിട്ടുന്നുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ ശരി, അപ്പൊ നമുക്ക് ഇതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്യാം. അപ്പൊ ഞാൻ പറഞ്ഞു വെച്ച പോയിന്റ് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ഫാദർ ഓഫ് ബ്ലഡ് ബാങ്ക് കേട്ടോ. ബ്ലഡ് ബാങ്കിന്റെ ഉപജ്ഞാതാവ് ആരാണ്? ചാൾസ് റിച്ചാർഡ് ഡ്രൂ ആണ്. അതുപോലെ തന്നെ വേൾഡ് ബ്ലഡ് ഡൊണേഷൻ ഡേ ജൂൺ 14th നാഷണൽ ബ്ലഡ് ഡൊണേഷൻ ഡേ എന്ന് പറയുന്നത് October 1st കേട്ടോ. ഇതൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കണം. എപ്പോഴെങ്കിലും ഒക്കെ ആരെങ്കിലുമൊക്കെ ചോദിക്കുമ്പോൾ പറഞ്ഞു കൊടുക്കണം കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്കിനി ബ്ലഡ് ബാങ്കിലോട്ട് വരാം. ഓക്കെ, അപ്പൊ നിങ്ങളുടെ നോട്ട്സ് എടുക്കാം, നമുക്ക് തുടങ്ങാം. എന്താണ് പറയുന്നത്? ഓക്കെ, ചാപ്റ്റർ 20 ആണ് ബ്ലഡ് ബാങ്ക്. ആദ്യത്തെ ഒരു ഇൻട്രൊഡക്ഷൻ ആണ് കേട്ടോ. അപ്പൊ അതിനകത്ത് ജനറൽ ആയിട്ട് എന്താണ് ബ്ലഡ് ബാങ്ക്, നമ്മൾ ഈ പറയുന്ന കുറെ കാര്യങ്ങളൊക്കെ തന്നെയാണ് അവിടെ പറയുന്നത്. നമുക്കൊന്ന് വായിക്കാം. The term blood bank generally refers to a department of a hospital, usually within a clinical pathology laboratory, where the storage of blood product takes place and where the pre-transfusion and blood compatibility testing is executed. എന്താണ് അവിടെ പറയുന്നത്? The term blood bank അല്ലെ, ബ്ലഡ് ബാങ്ക് എന്താണ് പറയുന്നത്? Generally refers to a department of a hospital, usually within a clinical pathology laboratory. അതായത് ഒരു ക്ലിനിക്കൽ പാത്തോളജി ലബോറട്ടറിക്കുള്ളിൽ അല്ലെങ്കിൽ ക്ലിനിക്കൽ പാത്തോളജി ലബോറട്ടറിയുടെ ഭാഗമായിട്ട് ഉള്ള ഹോസ്പിറ്റലിന്റെ ഒരു സപ്പോർട്ടിംഗ് ഡിപ്പാർട്ട്മെന്റ് ആണ് ഇതെന്ന് പറയുന്നത് ബ്ലഡ് ബാങ്ക് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? The term blood bank generally refers to a department of a hospital, usually within a clinical pathology laboratory. Okay, അവിടെ നിങ്ങൾക്ക് അറിയാത്തൊരു ടേമാണ് പാത്തോളജി. എന്താണ് പാത്തോളജി എന്ന് അറിയാമോ? പാത്തോളജി എന്താണെന്ന് അറിയാമോ? പാത്തോളജി ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ, എഴുതി വെച്ചോളൂ. പാത്തോളജി എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ദ സ്റ്റഡി ഓഫ് ഡിസീസ് ആണ് കേട്ടോ. സ്റ്റഡി ഓഫ് ഡിസീസ്, രോഗങ്ങളെ കുറിച്ചുള്ള പഠനം. പാത്തോളജി എന്താണ്? സ്റ്റഡി ഓഫ് ഡിസീസ് ആണ് കേട്ടോ. രോഗങ്ങളെ കുറിച്ചുള്ള പഠനം എന്ന് പറയുന്നത് എന്താണ്? രോഗങ്ങൾ ഉണ്ടാവും, രോഗകാരണങ്ങൾ ഉണ്ടാവും, അതുപോലെ തന്നെ രോഗലക്ഷണങ്ങൾ ഉണ്ടാവും. അവയെ കുറിച്ചുള്ള ഒരു പഠനത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പാത്തോളജി എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ബ്ലഡിനെ കുറിച്ചുള്ള ദീപാരഞ്ജു കറക്റ്റ് ആണ് കേട്ടോ. സ്റ്റഡി ഓഫ് ഡിസീസസ്. ഓക്കെ, ഇനി പാത്തോളജി എന്ന് കേട്ട് കഴിഞ്ഞാൽ മനസ്സിൽ വരണം എന്താണ്? രോഗങ്ങളെ കുറിച്ചുള്ള പഠനമാണ് എന്നുള്ളത് മനസ്സിലാക്കി വെക്കണം. അറിയാത്തവരുണ്ടാവും, അതുകൊണ്ടാണ് റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് കേട്ടോ. അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ബ്ലഡിനെ കുറിച്ചുള്ള പഠനത്തിന് നമ്മൾ എന്താ പറയാ? ബ്ലഡിനെ കുറിച്ചുള്ള പഠനം അറിയാമോ ആർക്കെങ്കിലും? ബ്ലഡിനെ കുറിച്ചുള്ള പഠനത്തിന് നമ്മൾ എന്താ പറയാ? സ്റ്റഡി ഓഫ് ബ്ലഡ്. ഓക്കെ, വെരി ഗുഡ്. കൃഷ്ണ അജീഷ് കറക്റ്റ് ആണ്. ഹെമറ്റോളജി. എല്ലാവരും കറക്റ്റ് ആണ് പറയുന്നത്, അറിയാം കേട്ടോ. ഹെമറ്റോളജി കേട്ടോ, നോട്ട് ചെയ്ത് വെക്കാം. ഹെമറ്റോളജി. അപ്പം
സ്റ്റഡി ഓഫ് ഡിസീസ് എന്ന് പറയുന്നത് പാത്തോളജി, സ്റ്റഡി ഓഫ് ബ്ലഡ് എന്ന് പറയുന്നത് ഹെമറ്റോളജി. ഓക്കെ, അപ്പൊ നമ്മൾ പാത്തോളജി എന്താണെന്ന് ക്ലിയർ ആയെന്ന് വിചാരിക്കണം. ഇനി എന്താ പറയുന്നത്? അപ്പൊ മനസ്സിലായല്ലോ. ദ ടേം ബ്ലഡ് ബാങ്ക് ജനറലി റെഫേഴ്സ് ടു എ ഡിപ്പാർട്ട്മെന്റ് ഓഫ് എ ഹോസ്പിറ്റൽ, യൂഷ്വലി വിത്തിൻ എ ക്ലിനിക്കൽ പാത്തോളജി ലബോറട്ടറി, വേർ ദ സ്റ്റോറേജ് ഓഫ് ബ്ലഡ് പ്രോഡക്റ്റ് ടേക്സ് പ്ലേസ്. എന്താണ് ബ്ലഡ് പ്രോഡക്റ്റ്? നമ്മൾ പറഞ്ഞു അല്ലെ, ബ്ലഡ് കമ്പോണൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ബ്ലഡ് പ്രോഡക്റ്റ്. നമ്മൾ പറഞ്ഞല്ലോ, രക്തഘടകങ്ങൾ കേട്ടോ. അത്തരം ബ്ലഡ് പ്രോഡക്റ്റ് ടേക്സ് പ്ലേസ്. Okay, and where the pre-transfusion and blood compatibility testing is executed. അതറിയാത്ത കാര്യങ്ങളാണ് പ്രീ ട്രാൻസ്ഫ്യൂഷനും ബ്ലഡ് കമ്പാറ്റബിലിറ്റിയും. എന്താണ് ട്രാൻസ്ഫ്യൂഷൻ അറിയാമോ? ട്രാൻസ്ഫ്യൂഷൻ എന്നത് നിങ്ങളുടെ ചാപ്റ്ററിനകത്ത് വരുന്നുണ്ട്. നമുക്ക് അപ്പൊ അതിനെ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പറയാം. ട്രാൻസ്ഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലേക്ക് ബ്ലഡ് ട്രാൻസ്ഫർ ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ട്രാൻസ്ഫ്യൂഷൻ എന്ന് പറയുന്നത്. ഒന്നുകൂടെ പറയാം, ഒരു വ്യക്തിയിൽ നിന്ന് ബ്ലഡ് മറ്റൊരു വ്യക്തിയിലേക്ക് ബ്ലഡ് ട്രാൻസ്ഫർ ചെയ്യുന്ന ഒരു പ്രോസസ്. ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് ട്രാൻസ്ഫറിങ് ദ ബ്ലഡ് ഫ്രം വൺ പേഴ്സൺ ടു അനദർ പേഴ്സൺ. ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലേക്ക് നമ്മൾ ബ്ലഡ് ട്രാൻസ്ഫർ ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് എന്ത് പറയുന്നത്? ട്രാൻസ്ഫ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പൊ പ്രീ ട്രാൻസ്ഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്തൊക്കെ? പ്രീ എന്ന് വെച്ചാൽ അതിന് മുൻപ് അല്ലെ. പ്രീ ട്രാൻസ്ഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ട്രാൻസ്ഫർ ചെയ്യുന്നതിന് മുൻപ്. ഓക്കെ, പ്രീ ട്രാൻസ്ഫ്യൂഷൻ ആൻഡ് ബ്ലഡ് കമ്പാറ്റബിലിറ്റി ടെസ്റ്റിംഗ്. നമുക്കറിയാം, നമ്മളെ ബ്ലഡ് ബാങ്കിനകത്തേക്ക് ബ്ലഡ് വന്നു കഴിഞ്ഞാൽ അത് അങ്ങനെ തന്നെ എടുത്ത ഒരാളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ നമുക്ക് ഒരിക്കലും സാധിക്കില്ല. കാരണം എന്താണ്? വരുന്ന ബ്ലഡ് ഒരുപാട് ചെക്ക് ചെയ്ത് നോക്കണം അല്ലെ. അതിന്റെ എന്താ പറയുക, ബ്ലഡ് ഗ്രൂപ്പ് ഏതാണെന്ന് നമ്മൾ ചെക്ക് ചെയ്യണം. മറ്റെന്തെങ്കിലും ഇൻഫെക്ഷൻസോ ഡിസീസോ ഉണ്ടോ എന്നൊക്കെ നമ്മൾ കൃത്യമായിട്ട് ചെക്ക് ചെയ്യണം. നമുക്കറിയാല്ലേ, ബ്ലഡിലൂടെ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഒരുപാട് അസുഖങ്ങളുണ്ട്. നിങ്ങൾക്കറിയാം, HIV, അതുപോലെ ഹെപ്പറ്റൈറ്റിസ് B, C, അങ്ങനെ ഒരുപാട് ട്രാൻസ്മിറ്റഡ് ആയിട്ടുള്ള ഡിസീസ് ഉണ്ട്. അങ്ങനെയുള്ള ഇൻഫെക്ഷൻസോ ഡിസീസോ ഉണ്ടോ എന്നുള്ളത് കൃത്യമായിട്ട് നമ്മൾ ചെക്ക് ചെയ്തിട്ട് വേണം മറ്റൊരാളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ. അങ്ങനെ എന്ത് സംഭവിക്കും? സ്വീകരിക്കുന്ന ആളുകൾക്കും കൂടിയിട്ട് ആ ഒരു ഇൻഫെക്ഷൻ കിട്ടാനായിട്ട് ഇടവരും അല്ലെ. അപ്പൊ അതുകൊണ്ട് പ്രീ ട്രാൻസ്ഫ്യൂഷൻ ടെസ്റ്റിംഗ് എന്ന് പറയുന്നത് എന്താണ്? വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇതാണ് അവിടെ പറഞ്ഞത്, പ്രീ ട്രാൻസ്ഫ്യൂഷൻ ആൻഡ് ബ്ലഡ് കമ്പാറ്റബിലിറ്റി ടെസ്റ്റിംഗ്. ബ്ലഡ് കമ്പാറ്റബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? രക്ത അനുയോജ്യത. കമ്പാറ്റബിലിറ്റി എന്ന് പറഞ്ഞാൽ അനുയോജ്യത. ബ്ലഡ് കമ്പാറ്റബിലിറ്റി അതായത് ഒരു ഡോണറും റെസിപ്പിയന്റിനും ഇടയിലുള്ള ആ ഒരു ബ്ലഡുകൾ തമ്മിലുള്ള ഒരു മാച്ചിങ് അല്ല, അനുയോജ്യത ഉറപ്പാക്കണം. അതായത് അവരുടെ ബ്ലഡ് ഗ്രൂപ്പുകൾ കറക്റ്റ് ആണോ, മാച്ച് ചെയ്തോ, നമ്മൾ ക്രോസ് മാച്ച് ചെയ്ത് നോക്കണം. അത് മാച്ച് ചെയ്ത് പോകുന്നതാണോ? ഇനി വല്ല മിസ്മാച്ചിങ് ഉള്ള കേസാണെങ്കിൽ, മിസ്മാച്ച് ആണെങ്കിൽ നമുക്ക് അത് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുമോ? ഇല്ല. മിസ്മാച്ച് ആയിട്ടുള്ള ബ്ലഡ് ഒക്കെ ട്രാൻസ്ഫർ ചെയ്താൽ അഗ്ലൂട്ടിനേഷൻ പോലുള്ള ഒരുപാട് ഇഷ്യൂസ് വരും. പേഷ്യന്റിന്റെ അവസ്ഥ വളരെ ക്രിട്ടിക്കൽ ആവും, മരണത്തിലേക്ക് വരെ നയിക്കും. അപ്പൊ അങ്ങനെയുള്ള ടെസ്റ്റിങ്ങുകളൊക്കെ എവിടെ നടക്കുന്നുണ്ട്? ബ്ലഡ് ബാങ്കിനകത്ത് നടക്കുന്നുണ്ട്. അതാണ് അവിടെ പറയുന്നത് കേട്ടോ. പ്രീ ട്രാൻസ്ഫ്യൂഷൻ ആൻഡ് ബ്ലഡ് കമ്പാറ്റബിലിറ്റി ടെസ്റ്റിംഗ് ഈസ് എക്സിക്യൂട്ടഡ്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? ഫോളോ ചെയ്ത് പോകാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, ഫോളോ ചെയ്ത് പോകാൻ പറ്റുന്നുണ്ട് അല്ലെ? ഓക്കെ, ശരി. ഓക്കെ, അപ്പൊ അതാണ് എന്ത് പ്രീ ട്രാൻസ്ഫ്യൂഷൻ എന്നും ബ്ലഡ് കമ്പാറ്റബിലിറ്റി എന്നതുകൊണ്ടും ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഓക്കെ, ക്ലിയർ ആണ്. ഇനി നെക്സ്റ്റിലേക്ക് നമുക്ക് പോകാം. അപ്പൊ നിങ്ങൾ ഒന്നുകൂടെ ഞാൻ ജസ്റ്റ് വായിക്കാം. ഇപ്പൊ നമുക്ക് മനസ്സിലാവും. ദ ടേം ബ്ലഡ് ബാങ്ക് ജനറലി റിഫേഴ്സ് ടു എ ഡിപ്പാർട്ട്മെന്റ് ഓഫ് എ ഹോസ്പിറ്റൽ, യൂഷ്വലി വിത്തിൻ എ ക്ലിനിക്കൽ പാത്തോളജി ലബോറട്ടറി, where the storage of blood product takes place and where the pre-transfusion and blood compatibility testing is executed. അപ്പൊ എന്തൊക്കെ ടെസ്റ്റിങ്ങൾ അവിടെ നടക്കുന്നുണ്ട്? വെറുതെ ബ്ലഡ് വാങ്ങിക്കുന്നു, സ്റ്റോർ ചെയ്തു, ആവശ്യക്കാർക്ക് വിതരണം ചെയ്യുന്നു, അത് മാത്രമാണോ? അല്ല, ഒരുപാട് ടെസ്റ്റുകൾ അതിനകത്ത് നടക്കുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കി വെക്കാം. തുടർന്ന് വായിക്കാം. ബ്ലഡ് ബാങ്കിങ് ഇൻവോൾവ്സ് ദ ടാസ്ക് റിലേറ്റഡ് ടു ബ്ലഡ് കളക്ഷൻ, പ്രോസസിംഗ്. ഓക്കെ, ബ്ലഡ് കമ്പാറ്റബിലിറ്റി ഒന്നുകൂടെ പറയാവുന്നു അല്ലെ? അത് ഫർവിൻ സഭ. ബ്ലഡ് കമ്പാറ്റബിലിറ്റി എന്ന് പറഞ്ഞാൽ രക്ത അനുയോജ്യത എന്നർത്ഥം കേട്ടോ. രക്ത അനുയോജ്യത അതായത് നമ്മൾ ഒരു ഡോണറാണ് അല്ലെ. ഞാനിപ്പോ ഒരു ഡോണറാണ്, ഞാനൊരു വ്യക്തിക്ക് കൊടുക്കുകയെന്ന് വിചാരിക്കാം. എക്സ് എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് എക്സിക്യൂട്ട് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നടക്കുന്നത്, കണ്ടക്ട് ചെയ്യുന്നത് എന്നർത്ഥം കേട്ടോ. അവിടെ അങ്ങനെയുള്ള ടെസ്റ്റുകളാണ് അവിടെ നടത്തുന്നത്. എക്സിക്യൂട്ട് ചെയ്യാന്ന് വെച്ചാൽ നടത്തുക എന്നർത്ഥം. ബ്ലഡ് കമ്പാറ്റബിലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ രക്തവും അവ സ്വീകരിക്കുന്ന ആളുകളുടെ ആ ഒരു അവസ്ഥയും തമ്മിലുള്ള ആ ഒരു ബ്ലഡുകൾ തമ്മിലുള്ള അനുയോജ്യത ഉറപ്പുവരുത്തണം. എല്ലാവർക്കും എല്ലാ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാനോ സ്വീകരിക്കാനോ സാധിക്കില്ല. അവര് തമ്മിലുള്ള അനുയോജ്യത കറക്റ്റ് ആയിട്ട് വേണം. മനസ്സിലായോ? പ്രത്യേകിച്ച് ഒന്ന് ചിന്തിച്ചു നോക്കാം. അപ്പൊ ഞാൻ ഒരാളിൽ നിന്ന് ബ്ലഡ് സ്വീകരിക്കുകയാണെന്ന് വിചാരിക്കാം. ഓക്കെ,
അപ്പോ ഞാൻ വേറൊരു ക്രോസ് മാച്ചിങ്, അതെ അതന്നെ പറഞ്ഞ ക്ലിയർ ആയോ? ക്രോസ് മാച്ചിങ് അത് തന്നെയാണ് ഉദ്ദേശിച്ചത് കേട്ടോ. മാച്ച് ചെയ്ത് നോക്കണം കറക്റ്റ് ആണോ എന്നുള്ളത്, അത്രേ ഉള്ളൂ. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് തുടർന്ന് വായിക്കാം. ബ്ലഡ് ബാങ്കിങ് ഇൻവോൾവ്സ് ദ ടാസ്ക് റിലേറ്റഡ് ടു ബ്ലഡ് കളക്ഷൻ, പ്രോസസിംഗ്, ടെസ്റ്റിംഗ്, സെപ്പറേഷൻ ആൻഡ് സ്റ്റോറേജ്. എന്താണ് അവിടെ പറയുന്നത്? ഇപ്പൊ പറഞ്ഞ കാര്യം തന്നെ അല്ലെ. ബ്ലഡ് ബാങ്കിന് എങ്ങനെയുള്ള പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്? ടാസ്ക് റിലേറ്റഡ് ടു ബ്ലഡ് കളക്ഷൻ അല്ലെ. ബ്ലഡ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? കളക്ട് ചെയ്യുന്നുണ്ട്, ശേഖരിക്കുന്നുണ്ട്. പ്രോസസിംഗ് എന്നൊക്കെ പറഞ്ഞ് ഡയറക്റ്റ് മലയാളം പറയുന്നത് സംസ്കരണം എന്നൊക്കെ പറയും. അതായത് നമ്മൾ ബ്ലഡ് കളക്ട് ചെയ്തിട്ട് നമ്മൾ പറഞ്ഞല്ലോ പല കമ്പോണൻസുകളായിട്ട് അതിനെ നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് വെക്കും അല്ലെ. ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്യാനായിട്ട് ഒരുപാട് ടെക്നോളജീസ് അതിനകത്ത് യൂസ് ചെയ്യുന്നുണ്ട്. പല മെഷീനറീസ് ഒക്കെ സെൻട്രിഫ്യൂജിങ് മെഷീൻ ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ അതല്ലാതെ ഒരുപാട് മെഷീൻസും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ടാണ് അതിൽ ഓരോരോ കമ്പോണൻസിനെയൊക്കെ നമ്മൾ എന്ത് പറയാ സെപ്പറേറ്റ് ചെയ്തൊക്കെ സൂക്ഷിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളെയാണ് നമ്മൾ പ്രോസസ്സിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, പിന്നെ ടെസ്റ്റിംഗ് ഞാൻ പറഞ്ഞല്ലോ, പ്രീ ട്രാൻസ്ഫ്യൂഷൻ ടെസ്റ്റിങ്ങും ബ്ലഡ് കമ്പാറ്റബിലിറ്റി ടെസ്റ്റിങ്ങും അവിടെ നടക്കുന്നുണ്ട്. എന്തൊക്കെ ടെസ്റ്റാണ് നടത്തുന്നുള്ളത് കൃത്യമായിട്ട് ചാപ്റ്ററിനകത്ത് വരുന്നുണ്ട് കേട്ടോ, പിന്നീടുള്ള പേജസിൽ വരുന്നുണ്ട്. പിന്നെ സെപ്പറേഷൻ നേരത്തെ പറഞ്ഞു, എന്താണ്? കമ്പോണൻസുകളായിട്ട് നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്നു. RBC, WBC, പ്ലേറ്റ്ലെറ്റ്, പ്ലാസ്മ, അങ്ങനെ പല കമ്പോണൻസുകളായിട്ട് സെപ്പറേറ്റ് ചെയ്ത് വെക്കുന്നു. ആൻഡ് സ്റ്റോറേജ്, സംഭരിച്ചു വെക്കുന്നു. ഓക്കെ, അത്രയും പ്രവർത്തനങ്ങൾ എവിടെ നടക്കുന്നുണ്ട്? ബ്ലഡ് ബാങ്കിനകത്ത് നടക്കുന്നുണ്ട് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കാം. ഓക്കെ ആണല്ലോ? ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ അപ്പൊ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം കേട്ടോ. നോക്കൂ, WHO developed a global approach blood safety to curtail the burden of diseases due to unsafe blood transfusion. എന്താണ് അവിടെ WHO എന്താ? WHO എക്സ്പാൻഷൻ എന്താ? യെസ്, വെരി ഗുഡ്. കറക്റ്റ് ഹിമ. കറക്റ്റ് ആണ്. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ നമുക്ക് അറിയാവുന്ന കാര്യമാണ് അല്ലെ. ഓക്കെ, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ എന്ത് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്? ഒരു ഗ്ലോബൽ അപ്രോച്ച് ബ്ലഡ് സേഫ്റ്റി ടു കർടെയിൽ ദ ബർഡൻ ഓഫ് ഡിസീസസ് ഡ്യൂ ടു അൺസേഫ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ. അതായത് സുരക്ഷിതമല്ലാത്ത ഒരു ബ്ലഡ് ട്രാൻസ്ഫ്യൂഷനിലൂടെ ഉണ്ടായേക്കാവുന്ന പല രോഗങ്ങളെയും കർടെയിൽ ചെയ്യാന്ന് വെച്ചാൽ എന്താ ഉദ്ദേശിക്കുന്നത്? വെട്ടിച്ചുരുക്കാൻ, ലഘൂകരിക്കുക അല്ലെ, റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ തന്നെ ഒരു ആഗോളപരമായിട്ടുള്ള ഒരു സമീപനം ഡെവലപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. കാരണം എന്താണ്? നമ്മൾ പറഞ്ഞു അല്ലെ, ട്രാൻസ്ഫ്യൂഷൻ കറക്റ്റ് ആയിട്ട് ടെസ്റ്റിംഗ് നടത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരുപാട് അസുഖങ്ങൾ അത് വരുത്തും. ഇപ്പൊ എന്റെ ഒരു ബ്ലഡ് കളക്ട് ചെയ്തു, എന്റെ ബ്ലഡ് കറക്റ്റ് ആയിട്ട് ചെക്ക് ചെയ്യാണ്ടാണ് ഞാൻ വേറൊരു വ്യക്തിയിലേക്ക് കൊടുക്കുന്നതെങ്കിൽ എനിക്ക് എന്തെങ്കിലും ഇൻഫെക്ഷൻസോ മറ്റെന്തെങ്കിലും ഡിസീസോ ഉണ്ടോ ആ വ്യക്തിക്കും കൂടെ അത് കിട്ടും അല്ലെ. ഇത് വളരെ ഒരു പ്രശ്നമുള്ള ഒരു കാര്യമാണ്. അപ്പൊ അങ്ങനെയുള്ള, അതായത് സുരക്ഷിതമല്ലാത്ത ഒരു ബ്ലഡ് ട്രാൻസ്ഫ്യൂഷനിലൂടെ ഉണ്ടായേക്കാവുന്ന പല സങ്കീർണതകളെയും അല്ലെങ്കിൽ അതിലൂടെ ഉണ്ടാകുന്ന പല രോഗങ്ങളെയും വെട്ടിച്ചുരുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ തന്നെ ഒരു ആഗോളപരമായിട്ടുള്ള ഒരു സമീപനം മുന്നോട്ട് വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടെന്നാണ് അവിടെ പറയുന്നത്. ഓക്കെ, ക്ലിയർ. ഇനി നോക്കൂ, an average person carries almost 5 liters of blood. തുടക്കമേ പറഞ്ഞിരുന്നു അല്ലെ. അതായത് ശരാശരി ആരോഗ്യവാനായിട്ടുള്ള ഒരു വ്യക്തിയുടെ ശരീരത്തിൽ 5 ലിറ്റർ ബ്ലഡ് ആണ് ഉണ്ടാവുക കേട്ടോ. എത്ര ലിറ്റർ ആണ്? 5 ലിറ്റർ ബ്ലഡ് ആണ് ഉണ്ടാവുക. It circulates the body through blood vessels and is pumped through the heart. എന്താണ് പറയുന്നത്? ബ്ലഡ് എങ്ങനെയാണ് നമുക്കറിയാം. നമ്മൾ ചെറിയ ക്ലാസ്സിൽ ബ്ലഡ് സർക്കുലേറ്ററി സിസ്റ്റം പഠിച്ചിട്ടുണ്ട് അല്ലെ. രക്തപര്യന വ്യവസ്ഥ പഠിച്ചിട്ടുണ്ട്. രക്തപര്യന വ്യവസ്ഥയുടെ ഭാഗങ്ങൾ ഏതൊക്കെയാ? ബ്ലഡ് ഉണ്ട്, ബ്ലഡ് വെസൽസ് ഉണ്ട്, പിന്നെ പമ്പിംഗ് ഓർഗൻ ആരാണ്? ഹാർട്ടാണ്, ഹൃദയം അല്ലെ. ഹൃദയം, രക്തം, രക്തക്കുഴലുകൾ എന്നിവ അടങ്ങുന്നതാണ് എന്ത്? നമ്മുടെ മനുഷ്യന്റെ രക്തപര്യന വ്യവസ്ഥ അഥവാ ബ്ലഡ് സർക്കുലേറ്ററി സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പൊ എന്താണ്? ഇറ്റ് സർക്കുലേറ്റ്സ് ദ ബോഡി ത്രൂ ബ്ലഡ് വെസൽസ്. എങ്ങനെയാണ് ബോഡി ബ്ലഡ് വെസൽസിലൂടെ അല്ലെ, അതായത് രക്തക്കുഴലുകളിലൂടെ ബ്ലഡ് നമ്മുടെ ശരീരത്തിൽ ആദ്യമായി സർക്കുലേറ്റ് ചെയ്യുന്നു. ആൻഡ് ഇസ് പമ്പ്ഡ് ത്രൂ ദ ഹാർട്ട് അല്ലെ. എന്താണ്? ഹൃദയമാണ് പമ്പിങ് ഓർഗൻ, ഹൃദയം പമ്പ് ചെയ്യുന്നു. ഓക്കെ, ക്ലിയർ ആണോ ഈ പാരഗ്രാഫ്? അപ്പൊ നമ്മൾ ഇതിനകത്ത് എന്താ മനസ്സിലാക്കിയത്? ബ്ലഡ് ബാങ്ക് എന്താന്ന് നമ്മൾ ജസ്റ്റ് ഒരു ജനറൽ ഐഡിയ നമുക്ക് കിട്ടില്ലേ. ഇപ്പൊ നിങ്ങൾ ചിന്തിക്കണം, ബ്ലഡ് ബാങ്ക് എന്ന് പറഞ്ഞാൽ വെറുതെ ബ്ലഡ് സ്വീകരിക്കുന്നു, അത് സ്റ്റോർ ചെയ്ത് വെക്കുന്നു, അല്ലെങ്കിൽ അത് വിതരണം ചെയ്യുന്നത് മാത്രമല്ല കേട്ടോ. ഒരുപാട് ടെസ്റ്റുകൾ അവിടെ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ വളരെ കൃത്യമായിട്ട് ശ്രദ്ധയോടുകൂടി ചെയ്യേണ്ട കുറെ കാര്യങ്ങളാണ് ബ്ലഡ് ബാങ്കിനകത്ത് നടക്കുന്നത് എന്നുള്ള ഒരു ജനറൽ ഐഡിയ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. ഓക്കെ, അപ്പൊ കണ്ടിന്യൂ ചെയ്യാലോ? ഓക്കെ ആണല്ലോ? ഓക്കെ, നമുക്ക് അടുത്ത പോർഷനിലേക്ക് പോകാം. ഓക്കെ, എന്താണ് പറയുന്നത്? വാട്ട് ആർ ദ മെയിൻ ഫങ്ഷൻസ് കേട്ടോ. അതായത് ബ്ലഡ് ബാങ്കിന്റെ മെയിൻ ഫങ്ഷൻസുകൾ എന്തെല്ലാമാണ്? ബ്ലഡ് ബാങ്കിന്റെ മെയിൻ ഫങ്ഷൻസ് എന്തൊക്കെയാണ്? വാട്ട് ആർ ദ മെയിൻ ഫങ്ഷൻസ്?
നമുക്ക് നോക്കാം. ദ ഹോസ്പിറ്റൽ ബ്ലഡ് ബാങ്ക് ഫങ്ഷൻസ് ആർ എന്ന് പറഞ്ഞിട്ട് ഒരു 7 പോയിന്റ്സ് നിങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട്. അത് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, ആദ്യത്തെ എന്താ പറയുന്നത്? ഫസ്റ്റ് പോയിന്റ് ഒന്ന് നോക്കിയേ. സ്വിഫ്റ്റ് റെസ്പോൺസ് ടു അർജന്റ് റിക്വസ്റ്റ് ഫോർ ബ്ലഡ് കമ്പോണൻസ്. ഇവിടെ വായിക്കാം. സ്വിഫ്റ്റ് റെസ്പോൺസ് ടു അർജന്റ് റിക്വസ്റ്റ് ഫോർ ബ്ലഡ് കമ്പോണൻസ്. സ്വിഫ്റ്റ് എന്ന് വെച്ചാൽ എന്താ ഉദ്ദേശിക്കുന്നത്? പെട്ടെന്ന് അല്ലെ, വേഗത്തിൽ റെസ്പോണ്ട് ചെയ്യുക. എന്താണ്? അതായത് നമുക്ക് ബ്ലഡ് കമ്പോണൻസ് ആവശ്യമായിട്ട് വരുന്ന അടിയന്തര സാഹചര്യങ്ങളിൽ പെട്ടെന്ന് തന്നെ റെസ്പോണ്ട് ചെയ്യുക എന്നുള്ളത് ആരുടെ ഫംഗ്ഷനാണ്? ബ്ലഡ് ബാങ്കിന്റെ ഫംഗ്ഷൻ ആണ്. ക്ലിയർ ആണോ? സ്വിഫ്റ്റ് റെസ്പോൺസ് ടു അർജന്റ് റിക്വസ്റ്റ് ഫോർ ബ്ലഡ് കമ്പോണൻസ്. നമുക്കറിയാം അല്ലെ, ബ്ലഡ് കമ്പോണൻസ് അല്ലെങ്കിൽ ഒരു ബ്ലഡ് ഒരു രോഗിക്ക് എപ്പോഴും ആവശ്യം വരും, വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലായിരിക്കും അല്ലെ ബ്ലഡ് ആവശ്യമായിട്ട് വരുക. അപ്പൊ ആ സമയത്ത് നമ്മൾ ബ്ലഡ് ചെന്ന് ചോദിക്കുമ്പോൾ 2 ദിവസം കഴിഞ്ഞിട്ട് വരൂ അല്ലെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞിട്ട് വരൂ എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഒരിക്കലും പറയാൻ പറ്റില്ല അല്ലെ. അപ്പൊ നമ്മൾ പെട്ടെന്ന് തന്നെ റെസ്പോണ്ട് ചെയ്യണം. അടിയന്തരമായിട്ട് അത് ബ്ലഡ് കമ്പോണൻസ് ആവശ്യമായിട്ട് വരുന്ന അടിയന്തര സാഹചര്യങ്ങളിൽ വളരെ പെട്ടെന്ന് തന്നെ റെസ്പോണ്ട് ചെയ്യുക എന്നുള്ളത് ആരുടെ ഫംഗ്ഷൻ ആണ്? ബ്ലഡ് ബാങ്കിന്റെ ഫംഗ്ഷൻ ആണ്. ഓക്കെ, അപ്പൊ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോട്ടോ. സ്വിഫ്റ്റ് റെസ്പോൺസ് അത്രയും മനസ്സിലാക്കിയാൽ മതി. സ്വിഫ്റ്റ് റെസ്പോൺസ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് വരാം പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്യണം എന്നുള്ളത്. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ്. Validating the pre-transfusion samples and request to reserve the blood and blood product. ഒന്നുകൂടെ വായിക്കാം. Validating the pre-transfusion samples and request to reserve the blood and blood product. വാലിഡേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ചെക്ക് ചെയ്യുക എന്നാണ് കേട്ടോ അർത്ഥം. എന്ത് ചെക്ക് ചെയ്യണം? പ്രീ ട്രാൻസ്ഫ്യൂഷൻ സാമ്പിൾ. ഓക്കെ, പ്രീ ട്രാൻസ്ഫ്യൂഷൻ സാമ്പിൾ അതായത് ഞാൻ പറഞ്ഞല്ലോ, ബ്ലഡ് ഡൊണേറ്റ് ചെയ്ത് വരുന്ന ബ്ലഡ് ബാങ്കിലോട്ട് വരുന്ന ബ്ലഡിനെ ട്രാൻസ്ഫ്യൂഷൻ ചെയ്യുന്നതിന് മുമ്പായിട്ട് ടെസ്റ്റ് ചെയ്യണം, ചെക്ക് ചെയ്യണം. എന്തെങ്കിലും ഇൻഫെക്ഷൻസ് ഉണ്ടോ, മറ്റെന്തെങ്കിലും ഡിസീസസ് ഉണ്ടോ, അതുപോലെ തന്നെ ബ്ലഡ് ഗ്രൂപ്പ് ചെക്ക് ചെയ്യണം. അങ്ങനെ ഒരുപാട് ടെസ്റ്റിങ്ങുകൾ നമ്മൾ ചെയ്യണം, വാലിഡേറ്റ് ചെയ്യണം. അത് മാത്രമല്ല, അടുത്തൊരു പോയിന്റ് എന്താണ്? റിക്വസ്റ്റ് ടു റിസർവ് ദ ബ്ലഡ് ആൻഡ് ബ്ലഡ് പ്രോഡക്റ്റ്. അതായത് ബ്ലഡ് ബാങ്കിന് ആവശ്യാനുസരണം ബ്ലഡും ബ്ലഡ് പ്രോഡക്റ്റ് ഒക്കെ ഉണ്ടോ എന്നുള്ളതും ചെക്ക് ചെയ്യുക എന്നുള്ളതും ആരുടെ ഫംഗ്ഷൻ ആണ്? ബ്ലഡ് ബാങ്കിന്റെ ഫംഗ്ഷൻ ആണ്. ക്ലിയർ ആയോ? അപ്പൊ നമ്മള് 2 പോയിന്റ്സ് നമ്മൾ പറഞ്ഞു. ഫസ്റ്റ് വൺ എന്തായിരുന്നു? സ്വിഫ്റ്റ് റെസ്പോൺസ് അല്ലെ, പെട്ടെന്ന് നമ്മൾ റെസ്പോണ്ട് ചെയ്യണം. രണ്ടാമത്തെ എന്തായിരുന്നു പറഞ്ഞത്? പ്രീ ട്രാൻസ്ഫ്യൂഷൻ സാമ്പിൾസിനെ നമ്മൾ വാലിഡേറ്റ് ചെയ്യണം. അതുപോലെ ബ്ലഡ് ബാങ്കിലെ ആവശ്യാനുസരണം ബ്ലഡും ബ്ലഡ് പ്രോഡക്റ്റും റിസർവ് ചെയ്യുക എന്നുള്ളതും ആരുടെ ഫംഗ്ഷൻ ആണ്? ബ്ലഡ് ബാങ്കിന്റെ ഫംഗ്ഷൻ ആണ്. ഓക്കെ ആണല്ലോ? ക്ലിയർ ആണല്ലോ? ഓക്കെ, 2 പോയിന്റ് പഠിച്ചു കേട്ടോ. ഇനി 3ാമത്തെ പോയിന്റിലോട്ട് നമ്മൾ വരികയാണ്. തേർഡ് വൺ. ഇവാലുവേഷൻ ഓഫ് ഇമ്മ്യൂണോളജിക്കൽ സ്യൂട്ടബിലിറ്റി ബിറ്റ്വീൻ ദ ഡോണർ ആൻഡ് പേഷ്യന്റ്. എന്താണ് പറയുന്നത്? ഇവാലുവേഷൻ ഓഫ് ഇമ്മ്യൂണോളജിക്കൽ സ്യൂട്ടബിലിറ്റി ബിറ്റ്വീൻ ഡോണർ ആൻഡ് പേഷ്യന്റ്. ഇമ്മ്യൂണോളജി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ പ്രതിരോധ ശക്തി അല്ലെ. ഓക്കെ, ഇവാലുവേറ്റ് ചെയ്യാനുള്ള ചിന്ത, വിലയിരുത്തുക അല്ലെങ്കിൽ എക്സാമിൻ ചെയ്യുക. ഇവാലുവേഷൻ ഓഫ് ഇമ്മ്യൂണോളജിക്കൽ സ്യൂട്ടബിലിറ്റി ബിറ്റ്വീൻ ദ ഡോണർ ആൻഡ് പേഷ്യന്റ്. അതായത് ദാതാവിനും സ്വീകർത്താവിനും ഡോണറിനും പേഷ്യന്റിനും ഇടയിലുള്ള പ്രതിരോധപരമായിട്ടുള്ള ഒരു അനുയോജ്യത എന്ത് ചെയ്യണം? ചെക്ക് ചെയ്യണം. അതെന്തുകൊണ്ടായിരിക്കും അങ്ങനെ പറയാനായിട്ട് കാരണം? ഒന്ന് ആലോചിച്ച് നോക്കൂ. എന്നെ സംബന്ധിച്ച് ഞാനൊരാളുടെ ബ്ലഡ് സ്വീകരിക്കാമെന്ന് ഇരിക്കട്ടെ. ഓക്കെ, എനിക്കൊരു സിറ്റുവേഷൻ വന്നു, ഞാൻ ബ്ലഡ് സ്വീകരിക്കാൻ ഒരു വ്യക്തിയുണ്ട്. അപ്പോ എന്നെ സംബന്ധിച്ച്, എന്റെ ബോഡിയെ സംബന്ധിച്ച് വരുന്ന ബ്ലഡ് എന്താണ്? എനിക്കൊരു ഫോറിൻ ബ്ലഡ് ആണ് അല്ലെ. എന്റേതല്ലാത്ത, എന്റെ ബോഡിയിൽ നിന്ന് അല്ലാത്തൊരു ബ്ലഡ് ആണ് ഞാൻ സ്വീകരിക്കുന്നത്. എന്നെ സംബന്ധിച്ചത് ഒരു ഫോറിൻ മാറ്റർ ആണ്. സ്വാഭാവികമായിട്ട് ആ ബ്ലഡ് എന്റെ ശരീരത്തിലേക്ക് വരുമ്പോൾ എന്റെ ബോഡി അതുമായിട്ട് എന്ത് ചെയ്ത് പോകണം? ഒന്ന് ഒത്തുപോകണം അല്ലെ. അപ്പൊ ആ വരുന്ന ആളുടെ ഒരു പ്രതിരോധപരമായിട്ടുള്ള ആ ഒരു എന്താ പറയാ ഇമ്മ്യൂണോളജി, എന്റെ ഇമ്മ്യൂണോളജി ഏകദേശം ഒരു സിമിലർ ആയി പോയാൽ, സ്യൂട്ടബിൾ ആയി പോയാൽ മാത്രമാണ് എനിക്കത് എന്റെ ശരീരത്തെ ആക്സെപ്റ്റ് ചെയ്യുള്ളൂ. മനസ്സിലായോ? എന്റെ ശരീരത്തിന് ആ ഒരു പ്രതിരോധപരമായിട്ടുള്ള ആ ഒരു അനുയോജ്യത വരുന്ന ഡോണർക്കും ആ പേഷ്യന്റിനും. ഇപ്പൊ ഞാൻ എന്റെ പ്രതിരോധപരമായതും അദ്ദേഹത്തിന്റെയും ഏകദേശം ഒരു അനുയോജ്യപരമായ രീതിയിലൊന്നും പോയി കഴിഞ്ഞാൽ മാത്രമാണ് എനിക്കത് ഓവർകം, അത് മൂലമുണ്ടാകുന്ന ഇഷ്യൂസിനെ ഓവർകം ചെയ്ത് അല്ലെങ്കിൽ എന്റെ പ്രതിരോധം അതിനനുസരിച്ച് ഉണ്ടാക്കിയെടുക്കാനായിട്ട് എനിക്ക് പറ്റുള്ളൂ. അപ്പൊ അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. വാലുവേഷൻ ഓഫ് ഇമ്മ്യൂണോളജിക്കൽ സ്യൂട്ടബിലിറ്റി ആർക്കിടയിലെ ബിറ്റ്വീൻ ദ ഡോണർ ആൻഡ് പേഷ്യന്റ്. ഓക്കെ ആണോ? ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഫോളോ ചെയ്ത് പോകാൻ പറ്റുന്നില്ലേ? ഓക്കെ, ശരി. അടുത്ത പോയിന്റ്, നെക്സ്റ്റ് പോയിന്റ് നോക്കൂ. ചൂസിംഗ് ഓഫ് സ്യൂട്ടബിൾ ബ്ലഡ് കമ്പോണൻസ് ഫോർ ഈച്ച് ക്ലിനിക്കൽ കണ്ടീഷൻ. ഒന്നുകൂടെ വായിക്കാം. ചൂസിംഗ് ഓഫ് സ്യൂട്ടബിൾ ബ്ലഡ് കമ്പോണൻസ് ഫോർ ഈച്ച് ക്ലിനിക്കൽ കണ്ടീഷൻ. അതായത് തുടക്കം ഞാൻ പറഞ്ഞിരുന്നു അല്ലെ, എല്ലാവർക്കും എല്ലാം ആവശ്യമുണ്ടോ?
ഇല്ല. ഓരോരുത്തർക്ക് ആവശ്യമുള്ളത് എന്താണോ അത് മാത്രം സപ്ലൈ ചെയ്താൽ മതി. എന്ന് പറഞ്ഞാല് ഈച്ച് ക്ലിനിക്കൽ കണ്ടീഷൻ, അതായത് ഒരു പേഷ്യന്റിന്റെ അല്ലെങ്കിൽ ഓരോ വ്യക്തികളുടെയും അവരുടെ ക്ലിനിക്കൽ കണ്ടീഷൻ, അവരുടെ ക്ലിനിക്കൽ സാഹചര്യത്തിന് അനുയോജ്യമായിട്ടുള്ള കമ്പോണൻസുകളെ അനുയോജ്യമായ കമ്പോണൻസുകളെ തിരഞ്ഞെടുക്കുക എന്ന് പറയുന്നത് ആരുടെ ഫംഗ്ഷനാണ്? ബ്ലഡ് ബാങ്കിന്റെ ഫംഗ്ഷനാണ്. മനസ്സിലായോ? അനീമിക് ആയിട്ടുള്ള പേഷ്യൻസിന് RBCയുടെ മാത്രം അളവാണ് അവർക്ക് ഡെഫിഷ്യന്റ് ആയിട്ടുള്ളത്. അപ്പൊ അവർക്ക് അത് മാത്രം കൊടുത്താൽ മതി കേട്ടോ. അപ്പൊ അവരുടെ ക്ലിനിക്കൽ കണ്ടീഷൻ എന്താണോ അതിനനുസരിച്ച് സപ്ലൈ ചെയ്താൽ മതി. അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അത് ചെയ്യേണ്ടത് ആരുടെ ഫംഗ്ഷനാണ്? ബ്ലഡ് ബാങ്കിന്റെ ഫംഗ്ഷനാണ്. ഓക്കെ, അതാണ് ചൂസിങ് ഓഫ് സ്യൂട്ടബിൾ ബ്ലഡ് കമ്പോണൻസ് ഫോർ ഈച്ച് ക്ലിനിക്കൽ കണ്ടീഷൻ. ഒരു പേഷ്യന്റിന്റെയും ക്ലിനിക്കൽ കണ്ടീഷൻസിന് അനുയോജ്യമായിട്ടുള്ള ബ്ലഡ് കമ്പോണൻസുകൾ ചൂസ് ചെയ്യുക എന്നുള്ളത് ബ്ലഡ് ബാങ്കിന്റെ ഫംഗ്ഷനാണ്. 4 പോയിന്റ്സുകൾ നമ്മൾ കണ്ടു കഴിഞ്ഞു കേട്ടോ. ഫസ്റ്റ് സ്വിഫ്റ്റ് റെസ്പോൺസ് ആയിരുന്നു. അതുപോലെ തന്നെ വാലിഡേറ്റിംഗ് പ്രീ ട്രാൻസ്ഫ്യൂഷൻ സാമ്പിൾ നമ്മൾ വാലിഡേറ്റ് ചെയ്യണം. അതുപോലെ തന്നെ ആവശ്യാനുസരണമുള്ള ബ്ലഡും ബ്ലഡ് കമ്പോണൻസും സ്റ്റോർ ചെയ്ത് വെക്കണം അല്ലെങ്കിൽ റിസർവ് ചെയ്ത് വെക്കണം. അതുപോലെ തന്നെ ഡോണറിന്റെയും പേഷ്യന്റിന്റെയും ഇടയിലുള്ള ഒരു ഇമ്മ്യൂണോളജിക്കൽ സൂട്ടബിലിറ്റി കറക്റ്റ് ആയിട്ട് ഇവാലുവേറ്റ് ചെയ്യണം. പിന്നെ ഞാൻ ഈ പറഞ്ഞ കാര്യം, അതായത് ഓരോ വ്യക്തിയുടെയും ക്ലിനിക്കൽ കണ്ടീഷൻസിന് അനുസൃതമായിട്ട് അനുയോജ്യമായിട്ടുള്ള ബ്ലഡ് കമ്പോണൻസുകൾ തിരഞ്ഞെടുക്കുക എന്നുള്ളതും അവരുടെ ഫംഗ്ഷനാണ്. അടുത്തത് നോക്കൂ, നെക്സ്റ്റ് പോയിന്റ്, കോഷ്യസ് ഡെലിവറി ആൻഡ് ഹാൻഡ്ലിംഗ് ഓഫ് ബ്ലഡ് കമ്പോണൻസ്. എന്താണ് പറയുന്നത്? അതായത് രക്തഘടകങ്ങളുമായിട്ട് നമ്മൾ ഹാൻഡിൽ ചെയ്യും. കോഷ്യസ് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ഇവിടെ കോഷ്യസ് എന്ന് ഉദ്ദേശിക്കുന്നത് വളരെ സേഫ് ആയിട്ട് അല്ലെങ്കിൽ ശ്രദ്ധിക്കുക, ശ്രദ്ധ എന്നുള്ള അർത്ഥത്തിനാണ് കേട്ടോ അവിടെ കോഷ്യസ്. ബി വെരി കറക്റ്റ്. കോഷ്യസ് ഡെലിവറി ആൻഡ് ഹാൻഡ്ലിംഗ് ഓഫ് ബ്ലഡ് കമ്പോണൻസ്, അതായത് ബ്ലഡ് കമ്പോണൻസുകളുമായിട്ട് നമ്മൾ ഹാൻഡിൽ ചെയ്യുമ്പോഴും അത് വിതരണം ചെയ്യുമ്പോഴും വളരെ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യണം. കെയർഫുൾ ആയിട്ട് തന്നെ, അത് പറയുന്നതിന്റെ കെയർഫുൾ കറക്റ്റ്, ശ്രദ്ധയോടുകൂടി വേണം അത്തരം കാര്യങ്ങൾ നമ്മൾ ഹാൻഡിൽ ചെയ്യാനായിട്ട്. അറിയാലോ, ഒരാൾക്ക് കൊടുക്കുന്ന ബ്ലഡ് ആണെങ്കിൽ അത്രയും ക്ലീൻലിനെസ്സും ഒക്കെ ഉറപ്പാക്കേണ്ടത് വളരെ എന്താ പറയാ, വളരെ കറക്റ്റ് ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. സേഫ് ആയിട്ട്, അതായത് വളരെ ശ്രദ്ധയോടുകൂടി തന്നെ രക്തഘടകങ്ങളുമായി കൈകാര്യം ചെയ്യുന്ന സമയത്ത് ശ്രദ്ധ അത്യാവശ്യമാണ്. കോഷ്യസ് ഡെലിവറി ആൻഡ് ഹാൻഡ്ലിംഗ് ഓഫ് ബ്ലഡ് കമ്പോണൻസ്. ഓക്കെ ആണല്ലോ? ഓക്കെ, നെക്സ്റ്റ് വരുന്നത് ഇൻവെന്ററി ആൻഡ് സ്റ്റോക്ക് മാനേജ്മെന്റ് ഓഫ് ബ്ലഡ് ആൻഡ് ഇറ്റ്സ് എലിമെന്റ്സ്. ഇൻവെന്ററി എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ഇൻവെന്ററി വിവരങ്ങൾ കേട്ടോ, വിവരങ്ങൾ. ഓക്കെ, ഇൻവെന്ററി ആൻഡ് സ്റ്റോക്ക് മാനേജ്മെന്റ് ഓഫ് ബ്ലഡ് ആൻഡ് ഇറ്റ്സ് എലിമെന്റ്സ്. നമുക്കറിയാം ബ്ലഡ് ബാങ്കിനകത്ത് ബ്ലഡും ബ്ലഡ് കമ്പോണൻസും ഓക്കെ വിവരങ്ങൾ. കറക്റ്റ് ആണ് പ്രമോദ്, കറക്റ്റ് ആണ് കേട്ടോ. ഇൻവെന്ററി ആൻഡ് സ്റ്റോക്ക് മാനേജ്മെന്റ് ഓഫ് ബ്ലഡ് ആൻഡ് ഇറ്റ്സ് എലിമെന്റ്സ്, അതായത് ബ്ലഡിന്റെയും ബ്ലഡ് എലിമെന്റ്സിന്റെയും വിവരങ്ങൾ കൃത്യമായിട്ട് സൂക്ഷിച്ചു വെക്കുക. സ്റ്റോക്ക് മാനേജ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്? ഇങ്ങനെയുള്ള വിവരങ്ങളെ കൃത്യമായിട്ട് എന്ത് ചെയ്യണം? അതെ, ട്രാക്ക് ചെയ്യുക, അതുപോലെ തന്നെ മോണിറ്റർ ചെയ്യുക, അതുപോലെ തന്നെ റെഗുലേറ്റ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളാണ് സ്റ്റോക്ക് മാനേജ്മെന്റ്. അവിടെ ആരൊക്കെ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്നുണ്ട്, ആർക്കൊക്കെ അത് നമ്മൾ കൊടുക്കുന്നുണ്ട്, അതുപോലെ ആ ബ്ലഡ് ബാങ്കിനകത്ത് ബ്ലഡും ബ്ലഡ് കമ്പോണൻസും കറക്റ്റ് ആയിട്ട് എന്തെങ്കിലും ഷോർട്ടേജ് വരുന്നുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്താ പറയുക കറക്റ്റ് ആക്കി മെയിൻറ്റെയിൻ ചെയ്യാന്നുള്ളത് അവരുടെ ഫംഗ്ഷൻ. അതാണ് ഇൻവെന്ററി ആൻഡ് സ്റ്റോക്ക് മാനേജ്മെന്റ് ഓഫ് ബ്ലഡ് ആൻഡ് ഇറ്റ്സ് എലിമെന്റ്സ്. ഓക്കെ, ലാസ്റ്റ് ആൻഡ് ഫൈനൽ പോയിന്റ് നോക്കൂ, കമ്മ്യൂണിക്കേഷൻസ് വിത്ത് ദി ബ്ലഡ് എസ്റ്റാബ്ലിഷ്മെന്റ്. എന്താണ് പറയുന്നത്? കമ്മ്യൂണിക്കേഷൻസ് വിത്ത് ദി ബ്ലഡ് എസ്റ്റാബ്ലിഷ്മെന്റ്. എന്താണ് ബ്ലഡ് എസ്റ്റാബ്ലിഷ്മെന്റ്? നമുക്കറിയാം അല്ലെ, നമ്മുടെ നാട്ടിലും ഒക്കെ ഉണ്ടാവും പല ബ്ലഡ് എസ്റ്റാബ്ലിഷ്മെന്റ്, മീൻസ് ബ്ലഡ് ഡൊണേഷൻ ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പല എന്താ പറയുക ക്ലബുകൾ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ചില ഓർഗനൈസേഷൻസ് ഒക്കെ ഉണ്ടാവും. നമുക്ക് തന്നെ പലപ്പോഴും വാട്സപ്പിലും മറ്റും സ്റ്റാറ്റസ് ആയിട്ടും മെസ്സേജ് ഒക്കെ ആയിട്ട് വരും, ബ്ലഡ് ഗ്രൂപ്പ് ആവശ്യമുണ്ട്, ഇന്നതിന് ആവശ്യമുണ്ട്, അങ്ങനെയൊക്കെ പറഞ്ഞ് നമുക്ക് മെസ്സേജസ് മറ്റും വരാറുണ്ട്. അപ്പൊ എന്താണ്, ഇത്തരം ബ്ലഡ് എസ്റ്റാബ്ലിഷ്മെന്റുമായിട്ട്, അതായത് ഇങ്ങനെയുള്ള ക്ലബുകൾ ഉണ്ടായിരിക്കും, ചില ഓർഗനൈസേഷൻസ് ഉണ്ടായിരിക്കും, അങ്ങനെയുള്ള ചില കൂട്ടായ്മകളൊക്കെ ഉണ്ടായിരിക്കും. അപ്പൊ അവയൊക്കെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ബ്ലഡ് എസ്റ്റാബ്ലിഷ്മെന്റ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പൊ അവരായിട്ടൊരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ ആർക്കുണ്ടായിരിക്കണം? ബ്ലഡ് ബാങ്കിന് ഉണ്ടായിരിക്കണം. അതാണ് കമ്മ്യൂണിക്കേഷൻസ് വിത്ത് ദി ബ്ലഡ് എസ്റ്റാബ്ലിഷ്മെന്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കാരണം ബ്ലഡ് ബാങ്കിനകത്ത് ഏതെങ്കിലും ബ്ലഡ് ഗ്രൂപ്പ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആവശ്യം വന്നാൽ ഷോർട്ടേജ് വരികയാണെങ്കിൽ ഇത്തരം ബ്ലഡ് എസ്റ്റാബ്ലിഷ്മെന്റ്, ഇത്തരം ക്ലബുകളോ അല്ലെങ്കിൽ ഇത്തരം ഓർഗനൈസേഷൻസ് ആയിട്ടുള്ള ഒരു കോൺടാക്ട്, ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടെങ്കിൽ അവർക്ക് അവരുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ആ കറക്റ്റ് ആ ബ്ലഡ് നമുക്ക് കിട്ടാനും കളക്ട് ചെയ്യാനും ശേഖരിക്കാനും ഒക്കെ എളുപ്പമുണ്ടാവും അല്ലെ. കൂടുതൽ സോഴ്സുകൾ അവർക്ക് കിട്ടും ഏതെങ്കിലും ബ്ലഡ് ബാങ്കിന്. അപ്പൊ അവരുമായിട്ട് ഒരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരിക്കേണ്ടത് ആരുടെ ഫംഗ്ഷൻ ആണ്? ബ്ലഡ് ബാങ്കിന്റെ ഫംഗ്ഷൻ ആണ്. ക്ലിയർ ആണല്ലോ? ഓക്കെ ഓക്കെ, അപ്പൊ നമ്മൾ
7 ഫങ്ഷൻസ് നമ്മൾ പഠിച്ചു കേട്ടോ. ഞാൻ ഒന്നും കൂടെ ഒന്ന് കൺക്ലൂഡ് ചെയ്ത് പറയാം, നിങ്ങൾക്ക് തന്നെ മനസ്സിൽ കിട്ടുന്നുണ്ടോ എന്നൊന്ന് ആലോചിച്ചു. ഇതൊന്നും വലിയ കാര്യമായിട്ട് ഇന്ന് എന്താ പറയാ സെന്റൻസ് ആയിട്ടൊന്ന് പഠിച്ചിരിക്കും. നിങ്ങൾ മനസ്സിൽ ജസ്റ്റ് പോയിന്റ്സ് ഉണ്ടാകും മതി. ആദ്യത്തെ എന്തായിരുന്നു? സ്വിഫ്റ്റ് റെസ്പോൺസ് അല്ലെ, പെട്ടെന്ന് പ്രതികരിക്കും. അപ്പൊ നമുക്ക് മനസ്സിലാവും പെട്ടെന്ന് ഒരു ആവശ്യം വരുന്ന സമയത്ത് പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്യാന്നുള്ളത് ബ്ലഡ് ബാങ്കിന്റെ ഫംഗ്ഷൻ ആണ്. ഓക്കെ, നെക്സ്റ്റ് എന്താ പറയുന്നത്? വാലിഡേറ്റിംഗ് ദ പ്രീ ട്രാൻസ്ഫ്യൂഷൻ സാമ്പിൾസ് അല്ലെ, വരുന്ന ബ്ലഡിനെ ട്രാൻസ്ഫ്യൂഷന് മുമ്പായിട്ട് കറക്റ്റ് ആയിട്ട് വാലിഡേറ്റ് ചെയ്യണം. അതുപോലെ തന്നെ റിസർവ് ദ ബ്ലഡ് ആൻഡ് ബ്ലഡ് കമ്പോണൻസ്. ലാസ്റ്റ് ഒന്ന് പറയാമോ അനുപമ എം പി? പറയാലോ. എന്തായിരുന്നു ലാസ്റ്റ് പോയിന്റ്? ഓക്കെ, കമ്മ്യൂണിക്കേഷൻസ് വിത്ത് ദ ബ്ലഡ് എസ്റ്റാബ്ലിഷ്മെന്റ് അല്ലെ. ബ്ലഡ് എസ്റ്റാബ്ലിഷ്മെന്റ് എന്ന് പറയുന്നത് നമ്മൾക്ക് നമ്മുടെ നാട്ടിലൊക്കെ കാണും അല്ലെ, ബ്ലഡ് ഡൊണേഷൻ ക്ലബ്ബുകളൊക്കെ ഉണ്ടാവും അല്ലെ, ക്ലബ്ബുകൾ, ഓർഗനൈസേഷൻ അങ്ങനത്തെ ഒക്കെ ഉണ്ടാവും ഈ ബ്ലഡ് കളക്ഷനും അല്ലെങ്കിൽ ഡൊണേഷനും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട്. അവയൊക്കെയാണ് കളക്റ്റീവ്ലി നമ്മൾ എന്ത് പറയുന്നത്? ബ്ലഡ് എസ്റ്റാബ്ലിഷ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ അത്തരം ബ്ലഡ് എസ്റ്റാബ്ലിഷ്മെന്റ് ആയിട്ട് അഞ്ചാമത്തെ പോയിന്റ് പറയാട്ടോ. പറയാം, ഞാൻ ഇതൊന്ന് പറഞ്ഞ് കംപ്ലീറ്റ് ചെയ്യട്ടെ. അപ്പൊ അത്തരം അവരെയാണ് നമ്മൾ ബ്ലഡ് എസ്റ്റാബ്ലിഷ്മെന്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. അതായത് ബ്ലഡ് ഡൊണേഷനുമായിട്ട് ബന്ധപ്പെട്ട് ബ്ലഡ് ക്ലബ്ബുകളൊക്കെ ഉണ്ടാവില്ലേ, ക്ലബ്ബുകൾ, ഓർഗനൈസേഷൻ അങ്ങനെയൊക്കെ ഉണ്ടാവും. നമ്മുടെ നാടുകളിലൊക്കെ തന്നെ ഉണ്ടായിരിക്കും. ചില ചെറുപ്പക്കാരായിട്ടുള്ള ആൾക്കാർ അങ്ങനത്തെ ക്ലബ്സ് ഒക്കെ ഉണ്ടാവും. അപ്പൊ അവരുമായിട്ടൊരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ, അതായത് ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്ന അങ്ങനെ വല്ല ക്ലബ്ബുകളും ഓർഗനൈസേഷനും ഉണ്ടെങ്കിൽ അവരൊക്കെ ആയിട്ടുള്ള ഒരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ, ഒരു ആശയവിനിമയം ആർക്കുണ്ടായിരിക്കണം? ബ്ലഡ് ബാങ്കിന് ഉണ്ടായിരിക്കണം. അതെന്തിനാ ഉണ്ടാവണമെന്ന് അറിയാം. അപ്പൊ ബ്ലഡ് ബാങ്കിൽ ഏതെങ്കിലും കാരണവശാല് ബ്ലഡ് ഏതെങ്കിലും ഒരു ബ്ലഡ് ഗ്രൂപ്പ് ഇല്ല, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കമ്പോണൻസിന്റെ ഷോർട്ടേജ് വരികയാണെങ്കിൽ അവർക്ക് ഇവരുമായിട്ട് കോൺടാക്ട് ചെയ്താൽ മതി. അപ്പൊ അവര് വഴിയായിട്ട് കൂടുതൽ അങ്ങനെയുള്ള കളക്ഷൻസ് ഒക്കെ കിട്ടും. ഓക്കെ, അതാണ്. സെക്കൻഡ് പോയിന്റ് പറയാം. സിക്സ്ത് പോയിന്റ് മീനിങ് പറയാമോ? ഇൻവെന്ററി ആൻഡ് സ്റ്റോക്ക് മാനേജ്മെന്റ് ഓഫ് ബ്ലഡ് ആൻഡ് ഇറ്റ്സ് എലമെന്റ്സ് കേട്ടോ. ഒന്ന് കേൾക്കുക. ഇൻവെന്ററി ആൻഡ് സ്റ്റോക്ക് മാനേജ്മെന്റ് ഓഫ് ബ്ലഡ് ആൻഡ് ഇറ്റ്സ് എലമെന്റ്സ് എന്ന് പറഞ്ഞാൽ ഇൻവെന്ററി മീൻസ് വിവരങ്ങൾ എന്നർത്ഥം. ബ്ലഡ് ബാങ്കിനകത്ത് എത്രത്തോളം ബ്ലഡ് അല്ലെങ്കിൽ അതിന്റെ ഷോർട്ടേജ് ഒക്കെ ഉണ്ടാവുന്നുള്ളത് കറക്റ്റ് ആയിട്ട് നമ്മൾ ചെക്ക് ചെയ്ത് വെക്കണം. അങ്ങനെയുള്ള വിവരങ്ങൾ റെക്കോർഡ് ചെയ്ത് വെക്കാം. അത് സ്റ്റോക്ക് മാനേജ്മെന്റ് എന്ന് വെച്ചാൽ ഇത്തരം വിവരങ്ങൾ കറക്റ്റ് ആയിട്ട് നമ്മൾ കൊണ്ടുപോകണം, മോണിറ്റർ ചെയ്ത് ട്രാക്ക് ചെയ്ത് കറക്റ്റ് ആയിട്ട് കൊണ്ടുപോകണം. അതായത് മൊത്തത്തിൽ വിവരങ്ങൾ ബ്ലഡിനെ കുറിച്ച്, ആ ബ്ലഡ് ബാങ്കിനകത്തുള്ള ബ്ലഡും ബ്ലഡ് എലിമെന്റ്സും എത്രത്തോളം ഉണ്ട്, അതിന്റെ റേഷ്യോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അത്തരത്തിലുള്ള വിവരങ്ങൾ കറക്റ്റ് ആയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കണം എന്നാണ് പറയുന്നത്. ഓക്കെ, ഫിഫ്ത്ത് പോയിന്റ് അല്ലെ. ഓക്കെ, കോഷ്യസ് ഡെലിവറി ആൻഡ് ഹാൻഡിലിംഗ് ഓഫ് ബ്ലഡ് കമ്പോണൻസ്. കോഷ്യസ് എന്ന് പറഞ്ഞാല് സേഫ് ആയിട്ടുള്ള, കെയർഫുൾ ആയിട്ട് ചെയ്യുക എന്നർത്ഥം കേട്ടോ. കോഷ്യസ് ഡെലിവറി ആൻഡ് ഹാൻഡിലിംഗ് ഓഫ് ബ്ലഡ് കമ്പോണൻസ്, അതായത് ബ്ലഡ് കമ്പോണൻസുകളുമായിട്ട് നമ്മൾ ഡീൽ ചെയ്യുമ്പോൾ, കൈകാര്യം ചെയ്യുമ്പോൾ കെയർഫുൾ ആയിരിക്കണം എന്നാണ് പറയുന്നത്. സേഫ് ആയിട്ട് അത് ഹാൻഡിൽ ചെയ്യണം, സേഫ് ആയിട്ട് ഡെലിവറി ചെയ്യണം. മീൻസ് വിതരണം നടത്തുമ്പോഴും ബ്ലഡ് കമ്പോണൻസുകളൊക്കെ നമ്മൾ കൈകാര്യം ചെയ്യുമ്പോഴും എന്ത് ചെയ്യണം? കെയർഫുൾ ആയിരിക്കണം. കോഷ്യസ്, സേഫ് ആയിട്ട് ചെയ്യണം, കെയർഫുൾ ആയിട്ട് ചെയ്യണം. അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ക്ലിയർ ആയോ ഫിഫ്ത്ത് പോയിന്റ്? പിന്നെ ആരാണ് സെക്കൻഡ് പോയിന്റ്? ആരോ ചോദിച്ചു തോന്നുന്നു അല്ലെ. സെക്കൻഡ് പോയിന്റ് എന്തായിരുന്നു? ആരോ ചോദിച്ചു തോന്നുന്നു. എന്തായിരുന്നു? വാലിഡേറ്റിംഗ് ദ പ്രീ ട്രാൻസ്ഫ്യൂഷൻ സാമ്പിൾസ് ആൻഡ് റിക്വസ്റ്റ് ടു റിസർവ് ദ ബ്ലഡ് ആൻഡ് ബ്ലഡ് പ്രോഡക്റ്റ്. വാലിഡേറ്റ് എന്ന് വെച്ചാൽ ചെക്ക് ചെയ്യുക കേട്ടോ. ട്രാൻസ്ഫ്യൂഷന് മുമ്പായിട്ട് ഞാൻ പറഞ്ഞിരുന്നു, പ്രീ ട്രാൻസ്ഫ്യൂഷന് മുമ്പായിട്ട് ഒരാളിലേക്ക് രക്തം പകർന്നു കൊടുക്കുന്നതിന് മുമ്പായിട്ട് തന്നെ നമ്മളത് പല ടെസ്റ്റിങ്ങുകൾ ചെയ്യണം. അയാൾക്ക് എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടോ എന്നൊക്കെ നോക്കണം, അത് ചെക്ക് ചെയ്യണം. അതുപോലെ തന്നെ ബ്ലഡ് ബാങ്കിനകത്ത് കറക്റ്റ് ആയിട്ട് ബ്ലഡും ബ്ലഡ് കമ്പോണൻസും റിസർവ് ചെയ്യുക, സൂക്ഷിച്ചു വെക്കുക എന്നുള്ളതും അവരുടെ ഫംഗ്ഷൻ ആണ് കേട്ടോ. ഫോർത്ത് പോയിന്റ്, ചൂസിങ് ഓഫ് സ്യൂട്ടബിൾ ബ്ലഡ് കമ്പോണൻസ് ഫോർ ഈച്ച് ക്ലിനിക്കൽ കണ്ടീഷൻ. അതായത് ഓരോ പേഷ്യന്റിന്റെയും ക്ലിനിക്കൽ കണ്ടീഷൻസിന്, അതായത് ഓരോ വ്യക്തിയുടെയും ക്ലിനിക്കൽ കണ്ടീഷൻസിനനുസരിച്ച് അനുയോജ്യമായിട്ടുള്ള ബ്ലഡ് കമ്പോണൻസുകൾ തിരഞ്ഞെടുക്കുക എന്നുള്ളതും ആരുടെ ഫംഗ്ഷൻ ആണ്? ബ്ലഡ് കമ്പോണൻസ്. ഞാൻ പറഞ്ഞു, അനീമിക് ആയിട്ടുള്ള ഒരു പേഷ്യന്റ് RBC ആണ് ആവശ്യം. അതായത് RBC എന്ന് പറയുന്ന കമ്പോണന്റ് കൊടുക്കണം. ഇനി വേറെ ചിലർക്ക് ചിലപ്പോൾ WBC ആയിരിക്കും കുറവ്, അപ്പൊ അവർക്ക് അത്തരം കമ്പോണന്റ് ആണ് കൊടുക്കേണ്ടത്. അപ്പൊ അത് കറക്റ്റ് ആയിട്ട് ചൂസ് ചെയ്യുക. അത്രേ ഉള്ളൂ കേട്ടോ. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ അല്ലേ? എല്ലാവർക്കും ഓക്കെ ആണല്ലോ? ഓക്കെ ആണല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ, ഓക്കെ ആണല്ലേ? അപ്പൊ നമുക്ക് അടുത്തതിലോട്ട് പോവാം. ഒരു മിനിറ്റ് കേട്ടോ, ജസ്റ്റ് മിനിറ്റ്.
നമുക്ക് കണ്ടിന്യൂ ചെയ്യാം കേട്ടോ. ഓക്കെ, നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഇനി അടുത്തതാണ് എന്ത് പറയുന്നത്, ലൊക്കേഷൻ കേട്ടോ. അപ്പൊ നമ്മള് ബ്ലഡ് ബാങ്കിന്റെ ഫംഗ്ഷൻസ് കണ്ടു കഴിഞ്ഞു. 7 ഫംഗ്ഷൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. കണ്ടിന്യൂ ചെയ്യാലോ? ഓക്കെ, കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ ആണല്ലോ? ഓക്കെ ആണ്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ലൊക്കേഷൻ കേട്ടോ. എന്താണ് ലൊക്കേഷൻ? അതായത് ഒരു ഹോസ്പിറ്റലില് ബ്ലഡ് ബാങ്കിന്റെ ലൊക്കേഷൻ എവിടെയായിരിക്കണം, എവിടെയാണ് കറക്റ്റ് ആയിട്ടുള്ള ലൊക്കേഷൻ എന്നുള്ളതാണ് അവിടെ പറയുന്നത് കേട്ടോ. അതിനകത്ത് ലൊക്കേഷൻ നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റ് പോയിന്റ് നോക്കൂ. ഫസ്റ്റ് എന്താ പറയുന്നത്? ടിപ്പിക്കലി ഷുഡ് ബി സിറ്റുവേറ്റഡ് ഓൺ ദ ഗ്രൗണ്ട് ഫ്ലോർ. എന്താണ് പറയുന്നത്? ടിപ്പിക്കലി ഷുഡ് ബി സിറ്റുവേറ്റഡ് ഓൺ ദ ഗ്രൗണ്ട് ഫ്ലോർ. എവിടെയായിരിക്കണം ബ്ലഡ് ബാങ്കിന്റെ സ്ഥാനം എന്ന് പറയുന്നത്? അതെ, അതായത് ഒരു ഹോസ്പിറ്റലിന്റെ ഗ്രൗണ്ട് ഫ്ലോറിലായിരിക്കണം എവിടെ ബ്ലഡ് ബാങ്കിന്റെ ലൊക്കേഷൻ. നമുക്കറിയാം ഇന്നത്തെ ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ സൂപ്പർ സ്പെഷ്യാലിറ്റി, മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലൊക്കെ ഉള്ളതാണ്. ഇഷ്ടംപോലെ നിലകളും ഉണ്ട് അല്ലെ, 6, 7, 8 നിലകളൊക്കെ ഉണ്ട്. പക്ഷെ എത്ര നിലകൾ ഉണ്ടായിക്കഴിഞ്ഞാലും ഗ്രൗണ്ട് ഫ്ലോറിലായിരിക്കണം എവിടെ ബ്ലഡ് ബാങ്കിന്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? ഗ്രൗണ്ട് ഫ്ലോറിലായിരിക്കണം. നമ്മൾ ചിലവര് ചെന്ന് കയറുന്ന ഫ്ലോർ ആണ് കേട്ടോ ഗ്രൗണ്ട് ഫ്ലോർ. ചിലർ എന്നെ തെറ്റിദ്ധരിച്ചിട്ട് ഫസ്റ്റ് ഫ്ലോർ എന്നൊക്കെ പറയാറുണ്ട്. ഗ്രൗണ്ട് താഴെ ഭാഗം. സാധ്യത പറയുന്നത് താഴെ ഭാഗം. അതെ, ഗ്രൗണ്ട് ഫ്ലോറിലായിരിക്കണം ബ്ലഡ് ബാങ്കിന്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത്. എന്തുകൊണ്ടായിരിക്കും? നമുക്കറിയാം അല്ലെ, ഏതെങ്കിലും ഒരു ക്രിട്ടിക്കൽ സിറ്റുവേഷനിലായിരിക്കും നമുക്ക് ബ്ലഡ് ആവശ്യമായിട്ട് വരിക. അപ്പൊ ആ സമയത്ത് നമ്മൾ ഹോസ്പിറ്റലിലേക്ക് ചെല്ലുന്ന സമയത്ത് അവിടെ വേറെ വല്ല നിലകളിലൊക്കെ ആണെങ്കിൽ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ അതുകൊണ്ടാണ് ഗ്രൗണ്ട് ഫ്ലോറിലായിരിക്കണം എന്ന് പറയുന്നത് കേട്ടോ. അടുത്തത് എന്താ പറയുന്നത്? ഈസി വിസിബിലിറ്റി. ഈസി വിസിബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? എളുപ്പം കാണാൻ കഴിയുന്ന ഒരു സ്ഥലത്തായിരിക്കണം ബ്ലഡ് ബാങ്ക്. ഈസി വിസിബിലിറ്റി. കാരണം ചിലപ്പോൾ ഒരു പക്ഷെ ഹോസ്പിറ്റലിലുള്ള ആൾക്കാർ മാത്രമാകില്ല, പുറത്തുനിന്നുള്ള ആളുകൾക്കും ബ്ലഡ് ആവശ്യമായിട്ട് വരുന്ന ഒരു സിറ്റുവേഷൻ വന്നേക്കും. അപ്പൊ അവര് ബ്ലഡ് ബാങ്കിലേക്ക് വരും. അപ്പൊ ബ്ലഡ് ബാങ്കിലേക്ക് വരുമ്പോൾ അവർക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു സ്ഥലത്തായിരിക്കും, പെട്ടെന്ന് കാണാൻ പറ്റും. ഈസി നോട്ടീസിൽ സാധ്യത വെരി കറക്റ്റ്. ഈസി വിസിബിൾ ആയിട്ടുള്ള ഒരു സ്ഥലത്തായിരിക്കണം. കാരണം അത് ടൈം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് അല്ലെ. ക്രിട്ടിക്കൽ സിറ്റുവേഷനിലായിരിക്കും വരുന്നുണ്ടാവും. അപ്പൊ ആ സമയത്ത് ടൈമിന് വളരെ പ്രാധാന്യമുണ്ട് അല്ലെ. ഓരോ സെക്കൻഡിന് വരെ അവിടെ പ്രാധാന്യമുണ്ട്. മനുഷ്യന്റെ ജീവന്റെ കാര്യമല്ലേ. അപ്പോ ഈസി വിസിബിൾ ആയിട്ടുള്ള ഒരു സ്ഥലത്തായിരിക്കാം എവിടെ ബ്ലഡ് ബാങ്കിന്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത്. അടുത്ത പോയിന്റ് നോക്കൂ. ഇൻ നിയർ പ്രോക്സിമിറ്റി വിത്ത് എമർജൻസി ഡിപ്പാർട്ട്മെന്റ്, OT കോംപ്ലക്സ്, ഹോസ്പിറ്റൽസ്, ക്ലിനിക്കൽ ഡിപ്പാർട്ട്മെന്റ്. എന്താണ് പറഞ്ഞത്? പ്രോക്സിമിറ്റി മീൻസ് എന്താണ്? സാമീപ്യം അല്ലെ, സമീപത്തായിരിക്കണം. എന്തിന്റെയൊക്കെ സമീപത്തായിരിക്കണം? ഇൻ നിയർ പ്രോക്സിമിറ്റി വിത്ത് എമർജൻസി ഡിപ്പാർട്ട്മെന്റ് മീൻസ് കാഷ്വാലിറ്റി കേട്ടോ, കാഷ്വാലിറ്റി. അതുപോലെ OT കോംപ്ലക്സ്. OT എന്താണ്? ഓപ്പറേഷൻ തിയേറ്റർ കോംപ്ലക്സ് കേട്ടോ, ഓപ്പറേഷൻ തിയേറ്റർ. ഓക്കെ. ഹോസ്പിറ്റൽസ്, ക്ലിനിക്കൽ ഡിപ്പാർട്ട്മെന്റ്. ക്ലിനിക്കൽ ഡിപ്പാർട്ട്മെന്റ്സ് എന്ന് പറയുന്നത് എന്താണ്? OPD, ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്, അതുപോലെ ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്, നഴ്സിംഗ് ഡിപ്പാർട്ട്മെന്റ്, ഇതിനൊക്കെയാണ് നമ്മൾ ക്ലിനിക്കൽ ഡിപ്പാർട്ട്മെന്റ്സ് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത്തരം എമർജൻസി ഡിപ്പാർട്ട്മെന്റിന്റെയും OT കോംപ്ലക്സ് മീൻസ് ഓപ്പറേഷൻ തിയേറ്റർ, ഹോസ്പിറ്റലിന്റെ ക്ലിനിക്കൽ ഡിപ്പാർട്ട്മെന്റ്, അതിന്റെയൊക്കെ അടുത്തായിരിക്കണം എന്ത് ബ്ലഡ് ബാങ്കിന്റെ സ്ഥാനം എന്ന് പറയുന്നത്. ആദ്യത്തെ പോയിന്റ് എന്തായിരുന്നു? ഗ്രൗണ്ട് ഫ്ലോറിലായിരിക്കണം. രണ്ടാമത്തത് ഈസി വിസിബിലിറ്റി അല്ലെ, എളുപ്പം കാണാൻ കഴിയുന്ന ഒരു സ്ഥലത്തായിരിക്കണം. മൂന്നാമത്തെ പോയിന്റ് എന്താണ്? എമർജൻസി ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ OT കോംപ്ലക്സ്, ഹോസ്പിറ്റലിന്റെ ക്ലിനിക്കൽ ഡിപ്പാർട്ട്മെന്റ്, ഇതിനോടൊക്കെ ചേർന്നായിരിക്കണം, ഇതിന്റെ സമീപത്തായിരിക്കണം എന്ത് ബ്ലഡ് ബാങ്ക് എന്ന് പറയുന്നത്. ക്ലിനിക്കൽ ഡിപ്പാർട്ട്മെന്റ് പറയാമോ അല്ലെ? യെസ്. ക്ലിനിക്കൽ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ നമ്മൾ ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, അതുപോലെ നഴ്സിംഗ് ഡിപ്പാർട്ട്മെന്റ്, അവയൊക്കെ നമ്മൾ പൊതുവായിട്ട് പറയുന്നതാണ് ക്ലിനിക്കൽ ഡിപ്പാർട്ട്മെന്റ്. അപ്പൊ നിങ്ങൾക്ക് ചോദിക്കാതെ എന്താ ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്? ഔട്ട് പേഷ്യന്റ് മീൻസ് ഔട്ട് പേഷ്യന്റ്, പുറത്തുനിന്ന് വരുന്ന, അതായത് ആശുപത്രിയിൽ വന്നിട്ട് കിടന്ന് ചികിത്സിക്കാതെ ആശുപത്രിയിൽ ജസ്റ്റ് വന്നു ഡോക്ടറെ കാണുന്നു, കൺസൾട്ട് ചെയ്തു പോകുന്ന ആൾക്കാർ. OP അത് തന്നെ,
അതായത് പുറത്തുനിന്ന് വരുന്നു, ഡോക്ടറെ കാണുന്നു, കൺസൾട്ട് ചെയ്ത് മരുന്ന് മേടിച്ചു പോകുന്ന ആൾക്കാരില്ല, അവരാണ് ഔട്ട് പേഷ്യന്റ് എന്ന് പറയുന്നത്, പുറത്തുനിന്ന് വരുന്ന ആൾക്കാർ. ഇൻപേഷ്യന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആശുപത്രിയിൽ അഡ്മിറ്റ് ആയിട്ട് കിടന്ന് ചികിത്സിക്കുന്ന ആൾക്കാരില്ലേ, അവരെയാണ് ഇൻപേഷ്യന്റ് എന്ന് പറയുന്നത്. ഇന്നാണ് ഇൻപേഷ്യന്റ്. അപ്പൊ അങ്ങനെയുള്ള ഡിപ്പാർട്ട്മെന്റ്സ്, അതുപോലെ തന്നെ എന്താണ്, നഴ്സിംഗ് ഡിപ്പാർട്ട്മെന്റ്സ്, അതിനെയൊക്കെയാണ് നമ്മൾ കളക്റ്റീവ്ലി എന്ത് പറയുന്നത്? ഹോസ്പിറ്റലിന്റെ ക്ലിനിക്കൽ ഡിപ്പാർട്ട്മെന്റ്സ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഓക്കെ, അപ്പൊ അതിന്റെയൊക്കെ അടുത്തായിരിക്കണം എന്ത്, നമ്മളുടെ ബ്ലഡ് ബാങ്ക് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? ഓക്കെ ആണ്. അടുത്തത് നെക്സ്റ്റ് പോയിന്റ് എന്തായിരുന്നു? ഇറ്റ് വിൽ ഹാവ് എ പ്രോക്സിമിറ്റി മീനിങ് ഒന്ന് പറയാമോ? പ്രോക്സിമിറ്റി മീൻസ് സാമീപ്യം കേട്ടോ, സമീപസ്ഥം എന്നൊക്കെ അർത്ഥമാണ്. അടുത്തായിരിക്കണം എന്ന്, സമീപത്തായിരിക്കണം, അതാണ് പ്രോക്സിമിറ്റി കേട്ടോ. ക്ലിയർ അല്ലേ? പ്രോക്സിമിറ്റി അടുത്ത്, അതന്നെ സമീപം, സാമീപ്യം, സമീപത്ത് എന്നൊക്കെ അർത്ഥം കേട്ടോ. അടുത്തത് നെക്സ്റ്റ് പോയിന്റ്, it will have distinct entry and exit with wide corridors and waiting space in curtailed traffic congestion. ഇവിടെ വായിക്കാം. It will have distinct entry and exit with wide corridors and waiting space in curtailed traffic congestion. എന്താണ് പറയുന്നത്? ഡിസ്റ്റിങ്ക്ട് എൻട്രി ആൻഡ് എക്സിറ്റ്. ഇവിടെ ഉദ്ദേശിക്കുന്നത് സെപ്പറേറ്റ് ആയിട്ടുള്ള എൻട്രിയും വേണം, എക്സിറ്റും ഉണ്ടായിരിക്കണം. ഓക്കെ, സെപ്പറേറ്റ് ആയിട്ടുള്ള എൻട്രിയും എക്സിറ്റും ഒക്കെ ഒരേ വഴിയിലൂടെ ആവരുതെന്ന്. എൻട്രിയും എക്സിറ്റും ഒക്കെ സെപ്പറേറ്റ് ആയിരിക്കണം, വിത്ത് വൈഡ് കോറിഡോർസ്, വിശാലമായിട്ടുള്ള ഇടനാഴികളും, ആൻഡ് വെയിറ്റിംഗ് സ്പേസ് ഉണ്ടായിരിക്കണം. ഇൻ കർട്ടൈൽ ട്രാഫിക് കൺജഷൻ. കർട്ടൈൽ എന്ന് പറഞ്ഞ വേർഡ് നമ്മൾ നേരത്തെ കണ്ടില്ലേ? കർട്ടൈൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ റിഡ്യൂസ് ചെയ്യുക, ലഘൂകരിക്കുക, അല്ലെങ്കിൽ എന്താണ്, ചുരുക്കുക എന്നൊക്കെയുള്ളതാണ് അർത്ഥം ചെയ്യുക കേട്ടോ. ഓക്കെ, ഇൻ കർട്ടൈൽ ട്രാഫിക് കൺജഷൻ, അതായത് നമുക്കറിയാം അല്ലെ, ഇത്തരം ബ്ലഡ് ബാങ്കുകളിലേക്കൊക്കെ ആവശ്യം, ഈ ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ആംബുലൻസ്, മറ്റുള്ള ഒരുപാട് വാഹനങ്ങളൊക്കെ വരുന്ന ഒരു സ്ഥലമാണ് ഹോസ്പിറ്റല്. അതുപോലെ തന്നെ ബ്ലഡ് ബാങ്കിന്റെ അവിടേക്കും ഇതുപോലെ എന്താ പറയാ, ഇത്തരം വാഹനങ്ങൾ വരാം, ആളുകൾ വരാം. അപ്പൊ അങ്ങനെയുള്ള ട്രാഫിക് കൺജഷനെ റെഡ്യൂസ് ചെയ്യാൻ, അതായത് ചുരുക്കാനായിട്ട് അവിടെ എന്ത് വേണം? വിശാലമായിട്ടുള്ള ഇടനാഴികളും വെയിറ്റിംഗ് സ്പേസ് ഒക്കെ ഉണ്ടായിരിക്കണം. അത് മാത്രമല്ല എന്ത് വേണം? സെപ്പറേറ്റ് ആയിട്ടുള്ള എൻട്രിയും എക്സിറ്റും ഉണ്ടായിരിക്കണം. അതല്ലാന്നുണ്ടെങ്കിൽ ഒരുപാട് ആളുകൾ തിങ്ങിക്കൂടാനും പല ബുദ്ധിമുട്ടുകൾക്കൊക്കെ ഇടരുത്, ഒരു കറക്റ്റ് ആയിട്ട് അവിടെ പാസ് ചെയ്യാനും ഒന്നും പറ്റില്ല. അതുകൊണ്ട് തന്നെ സെപ്പറേറ്റ് എൻട്രിയും എക്സിറ്റും ഉണ്ടായിരിക്കണം. ഓക്കെ ആണല്ലോ? ക്ലിയർ ആണല്ലോ? ഫോർത്ത് പോയിന്റ് ഒന്നുകൂടെ പറയാമായിരുന്നു അല്ലെ? ഫോർത്ത് പോയിന്റ് എന്തായിരുന്നു? It will have a distinct entry and exit with wide corridors and waiting space in curtailed traffic congestion. അതായത് അവയ്ക്ക് സെപ്പറേറ്റ് ആയിട്ട് ബ്ലഡ് ബാങ്കിലേക്കുള്ള വഴിയിൽ എന്താ, സെപ്പറേറ്റ് എൻട്രിയും എക്സിറ്റും വേണം. ഓക്കെ, വാഹനങ്ങൾക്ക് പോകാനും വരാനും ഒക്കെ ആയിട്ട് സെപ്പറേറ്റ് ആയിട്ട് എൻട്രിയും എക്സിറ്റും വേണം. വിത്ത് വൈഡ് കോറിഡോർസ്, വിശാലമായിട്ടുള്ള ഇടനാഴികളും വെയിറ്റിംഗ് സ്പേസും ഉണ്ടായിരിക്കണം. അവിടെ വാഹനങ്ങൾ വരികയാണെങ്കിലും അവർക്ക് എന്ത് വേണം? വെയിറ്റിംഗ് സ്പേസ് വേണം. ഭയങ്കര കൺജസ്റ്റഡ് ആവരുത്. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഇൻ കർട്ടൈൽ ട്രാഫിക് കൺജഷൻ. കോറിഡോർസ് എന്ന് വെച്ചാൽ ഇടനാഴി എന്നൊക്കെയാണ് അർത്ഥം കേട്ടോ. ഇടനാഴി എന്നൊക്കെയാണ് കോറിഡോർസിന്റെ അർത്ഥം. ഓക്കെ, കൂടുതലൊന്നും മനസ്സിലാക്കാനില്ല. ട്രാഫിക് കൺജഷൻ കുറയ്ക്കാനായിട്ട് സെപ്പറേറ്റ് എൻട്രി എക്സിറ്റ് ഒക്കെ അവിടെ ഉണ്ടായിരിക്കണം, വെയിറ്റിംഗ് സ്പേസ് ഒക്കെ ഉണ്ടായിരിക്കണം. അടുത്ത പോയിന്റ് നോക്കൂ. ഇറ്റ് മസ്റ്റ് ബി സ്പേഷ്യസ് though with the minimum public entry so that there is no interference the work of the lab technicians. എന്താണ് പറയുന്നത്? ഇറ്റ് മസ്റ്റ് ബി സ്പേഷ്യസ്. ഇറ്റ് മസ്റ്റ് ബി സ്പേഷ്യസ്. അതെന്തായിരിക്കണം? വിശാലമായിരിക്കണം. വിശാലമായൊരു സ്ഥലം ഉണ്ടായിരിക്കണം, ഒരു സ്ഥലത്തായിരിക്കണം. എന്തിന്റെ സ്ഥാനം? ബ്ലഡ് ബാങ്കിന്റെ സ്ഥാനം. ഇറ്റ് മസ്റ്റ് ബി സ്പേഷ്യസ് ദോ വിത്ത് മിനിമം പബ്ലിക് എൻട്രി. എന്നിരുന്നാലും വിശാലമായ സ്ഥലം അല്ലേ, നല്ലോണം സ്ഥലമൊക്കെ ഉണ്ട്, ഇഷ്ടംപോലെ ആളുകൾക്ക് അങ്ങോട്ട് കയറി നിൽക്കാം. അങ്ങനെയൊന്നും അവിടെ പറ്റില്ല. ദോ വിത്ത് മിനിമം പബ്ലിക് എൻട്രി. മിനിമം പബ്ലിക് എൻട്രി പാടുള്ളൂ. അതായത് ജനങ്ങളുടെ ഒരുപാട് സ്ഥലം ഉണ്ടെന്ന് കരുതി സ്പേഷ്യസ് ആയിട്ടല്ല, പിന്നെ അവിടെ വിശാലമായിട്ട് അവിടെ ഒത്തുകൂടാം, അങ്ങനെയൊന്നും പാടില്ല എന്നാണ് പറയുന്നത് കേട്ടോ. അതായത് ദോ വിത്ത് മിനിമം പബ്ലിക് എൻട്രി കുറവായിരിക്കണം. അങ്ങനെ ആൾക്കാരെ തിങ്ങിക്കൂടാനായിട്ട് ഇടവരുന്നത് സ്പേഷ്യസ് ആണെങ്കിൽ കൂടിയും. ഒന്നും കൂടെ പറയണം, മനസ്സിലാക്കി? ഓക്കെ, ഇറ്റ് മസ്റ്റ് ബി സ്പേഷ്യസ് ദോ വിത്ത് മിനിമം പബ്ലിക് എൻട്രി സോ ദാറ്റ് ദർ ഈസ് നോ ഇന്റർഫറൻസ് ദ വർക്ക് ഓഫ് ദ ലാബ് ടെക്നീഷ്യൻസ്. എന്ന് പറഞ്ഞാൽ ഇറ്റ് മസ്റ്റ് ബി സ്പേഷ്യസ്, അത് വിശാലമായിരിക്കണം. ദോ വിത്ത് മിനിമം പബ്ലിക് എൻട്രി, എന്നിരുന്നാലും എന്താണ്? പബ്ലിക് എൻട്രി കുറവായിരിക്കണം. അതായത് അവിടേക്ക് ഒരുപാട് ആളുകളെ കടത്തിവിടുന്ന ഒരു ഇതായിരിക്കരുത്. കാരണം എന്താണ്? സോ ദാറ്റ് ദർ ഈസ് നോ ഇന്റർഫറൻസ് ദ വർക്ക് ഓഫ് ദ ലാബ് ടെക്നീഷ്യൻ.
ഇത്തരം ബ്ലഡ് ബാങ്കിൽ വർക്ക് ചെയ്യുന്ന ലാബ് ടെക്നീഷ്യൻസ് ഉണ്ടാവും. അപ്പൊ അവരുടെ വർക്കിന് ഒരിക്കലും എന്ത് ചെയ്യരുത്, തടസ്സപ്പെടുത്തരുത്. ഇങ്ങനെ ആളുകൾ തിങ്ങി കൂടി നിൽക്കുക, കൂട്ടം കൂടി നിൽക്കുക, അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്പേസ് ആകുമ്പോൾ അവരുടെ വർക്ക് അവർക്ക് പ്രോപ്പർ ആയിട്ട് ചെയ്യാനായിട്ട് സാധിക്കില്ല, അല്ലെ? പ്രത്യേകിച്ച് നമുക്കറിയാം അവിടെ വളരെ കോൺസെൻട്രേഷനോട് കൂടി വളരെ കെയർഫുൾ ആയിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ് ബ്ലഡ് ബാങ്കിനകത്തൊക്കെ നടക്കുന്നത്, അല്ലെ? അപ്പൊ അങ്ങനെയുള്ള സ്ഥലത്ത് ആളുകൾ തിങ്ങിക്കൂടാൻ ഇടവരാം, അല്ലെങ്കിൽ ഒരുപാട് ട്രാഫിക് കൂടുതൽ വരിക, അങ്ങനത്തെ കേസ് വരുമ്പോൾ അവരുടെ വർക്കുകൾ അവർക്ക് പ്രോപ്പർ ആയിട്ട് ചെയ്യാനായിട്ട് പറ്റില്ല. പക്ഷെ സ്പേഷ്യസ് ആയിരിക്കണം, വിശാലമായിരിക്കണം എന്ന് കരുതി ആളുകളുടെ കടന്നുകയറ്റം അധികം ഉണ്ടാവാനായിട്ട് അവിടെ പാടില്ല. ഓക്കെ ഓക്കെ അതെ അതെ ഓക്കെ. സൈലന്റ് അറ്റ്മോസ്ഫിയർ എന്നാണ് ഉദ്ദേശിക്കുന്നത്, അല്ലെ? അതെ അതെ അതെ, സൈലന്റ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആയിട്ട്. എന്നാൽ മാത്രമാണ് അവരുടെ മീൻസ് ലാബ് ടെക്നീഷ്യൻസിന്റെ അവരുടെ വർക്കിനെ ഇന്റർഫിയർ ചെയ്യാനായിട്ട് ഇടവരുത്, തടസ്സപ്പെടുത്താനായിട്ട് ഇടവരുത്. അതേ രീതിയിൽ ഒരു സൈലന്റ് അറ്റ്മോസ്ഫിയർ അവിടെ ഉണ്ടായിരിക്കണം. ഇത്രയാണ് അവന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ കണ്ടത് എന്താണ്? ലൊക്കേഷൻ ഓഫ് ദ ബ്ലഡ് ബാങ്ക്, അല്ലെ? ബ്ലഡ് ബാങ്കിന്റെ ഐഡിയൽ ലൊക്കേഷൻ, അല്ലെങ്കിൽ ബ്ലഡ് ബാങ്ക് എവിടെ ആയിരിക്കണം എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കിയത്. അതിൽ ആദ്യത്തെ പോയിന്റ് നമ്മളെല്ലാം പഠിച്ചത് ഗ്രൗണ്ട് ഫ്ലോറിലായിരിക്കണം, അല്ലെ? ഗ്രൗണ്ട് ഫ്ലോറിലായിരിക്കണം, ഈസി വിസിബിലിറ്റി ഉള്ള ഒരു സ്ഥലത്തായിരിക്കണം. ഓക്കെ, ലിമിറ്റേജ് ഓഫ് ദ എൻട്രി ആൻഡ് അതെ, കറക്റ്റ് ആണ് കേട്ടോ. അതുപോലെ തന്നെ നിയർ പ്രോക്സിമിറ്റി വിത്ത് എന്തിന്റെ അടുത്തായിരിക്കണം? എമർജൻസി ഡിപ്പാർട്ട്മെന്റ്, അതായത് കാഷ്വാലിറ്റി, ഓപ്പറേഷൻ തിയേറ്റർ, അതുപോലെ ഹോസ്പിറ്റലിന്റെ ക്ലിനിക്കൽ ഡിപ്പാർട്ട്മെന്റിന്റെ ഒക്കെ അടുത്തായിരിക്കണം എന്ത്? നമ്മളുടെ ബ്ലഡ് ബാങ്കിന്റെ സ്ഥാനം എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ അതിന് എന്ത് വേണം? സെപ്പറേറ്റ് എൻട്രിയും എക്സിറ്റും ഒക്കെ ഉണ്ടായിരിക്കണം ട്രാഫിക് കൺജക്ഷൻ കുറയ്ക്കാനായിട്ട്. അതുപോലെ തന്നെ പിന്നെന്താ പറഞ്ഞത്? സ്പേഷ്യസ് ആയിരിക്കണം, പക്ഷെ എന്താണ്? ആളുകളുടെ കടന്നുകയറ്റം കുറവാകണം, സൈലന്റ് അറ്റ്മോസ്ഫിയർ ആയിരിക്കണം. ഇതല്ലാന്നുണ്ടെങ്കിൽ ലാബ് ടെക്നീഷ്യൻസിന് അവരുടെ വർക്കിനത് ഇന്റർഫിയർ ചെയ്യാനായിട്ട് ഇടവരും. ഓക്കെ ആണോ? ക്ലിയർ ആണോ? ഫോളോ ചെയ്ത് പോകാൻ പറ്റുന്നില്ലേ? സ്പീഡ് വല്ലതും കൂടുതലുണ്ടോ? സ്പീഡ് കൂടുന്നുണ്ടോ ഞാൻ പറയുന്നത്? ഓക്കെ അല്ലേ? നിങ്ങളിൽ നിന്നൊരു കറക്റ്റ് ഫീഡ്ബാക്ക് കിട്ടിയ കഴിഞ്ഞാലാണ് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഒരു പ്രശ്നം വരും. കിട്ടുന്നുണ്ട് അല്ലേ? ക്ലിയർ ആണല്ലേ? രാധിക, നോ മാം. എന്ത് പറ്റി? ക്ലിയർ അല്ല? ഓക്കെ അല്ലേ? ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് പറഞ്ഞത് എന്തൊക്കെയായിരുന്നു? അതെ, ബ്ലഡ് ബാങ്ക് എന്താന്നുള്ളത് ഓക്കെ ഓക്കെ ക്ലിയർ ആണ് അല്ലേ? ഓക്കെ, ശരി. അപ്പൊ നമ്മള് പറഞ്ഞത് എന്തൊക്കെയായിരുന്നു? ബ്ലഡ് ബാങ്ക് എന്നതിനെ കുറിച്ചൊരു ജനറൽ ഐഡിയ നമുക്ക് ലഭിച്ചു, അല്ലെ? ഓക്കെ, പിന്നെ നമ്മൾ എന്ത് കണ്ടു? ഫങ്ഷൻസ് കണ്ടു. അതുപോലെ തന്നെ ലൊക്കേഷൻ നമ്മൾ മനസ്സിലാക്കി, അല്ലെ? എന്തൊക്കെയായിരുന്നു എന്നൊന്നിപ്പോ എല്ലാം ഓർത്തു വെക്കണം കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾ ഒന്ന് വായിച്ചു നോക്കിയാൽ മതി. ഓക്കെ, വായിച്ച് മനസ്സിലാക്കി വെക്കണം. നിങ്ങൾ ഇംഗ്ലീഷിലൊന്നും പറയണമെന്നൊന്നുമില്ല, കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ മതി. മലയാളത്തിലായാലും മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടാ. ഓക്കെ ആണല്ലോ? ഓക്കെ, നമുക്ക് കണ്ടിന്യൂ ചെയ്താലോ? കണ്ടിന്യൂ ചെയ്യാം. നമുക്ക് ഒരു പോർഷനും കൂടി എടുത്ത് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. എന്നിട്ട് ഡൗട്ട് ഒക്കെ നമുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്നുകൂടെ ക്ലിയർ ചെയ്യാം, കൺക്ലൂഡ് ചെയ്ത് പറയുകയും ചെയ്യാം. ആ മോഡൽ ക്വസ്റ്റ്യൻസ് തരൂ കേട്ടോ. മോക്ക് ടെസ്റ്റ് നിങ്ങൾക്ക് തരും. നമ്മൾ എടുക്കുന്ന പോർഷനനുസരിച്ച് മോക്ക് ടെസ്റ്റ് ഇവിടെ നിന്ന് നമ്മൾ തരും. ആ മോക്ക് ടെസ്റ്റും കൂടെ നിങ്ങൾ ചെയ്ത് നോക്കുക. അപ്പൊ നിങ്ങൾ ക്ലിയർ ആവും, ഓക്കെ ആവും കേട്ടോ. മനസ്സിരുത്തി വായിക്കാം നല്ലപോലെ. അല്ലെങ്കിൽ ഇവിടെ നിന്ന് പഠിച്ചു പോവാൻ പറ്റുന്നുണ്ടെങ്കിൽ പഠിച്ചു പോവാം. റെക്കോർഡ് ക്ലാസ് കിട്ടും, റെക്കോർഡ് ക്ലാസ് ഉണ്ടാവും കേട്ടോ. ഓക്കെ, നമുക്ക് കണ്ടിന്യൂ ചെയ്താലോ? കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് ഒരു ഭാഗം കൂടെ പറഞ്ഞിട്ട് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. അതായത് ഓർഗാനോഗ്രാം. ഏതാണ്? ഓർഗാനോഗ്രാം കേട്ടോ. നോക്കൂ, ഓർഗാനോഗ്രാം എന്താണ്? ഓർഗാനോഗ്രാം നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ഓർഗാനോഗ്രാം ഓർഗാനോഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ശരിക്കും പറഞ്ഞിട്ട് ഇസ് ദ ഡയഗ്രമാറ്റിക്കൽ അല്ലെങ്കിൽ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ഓഫ് എൻ ഓർഗനൈസേഷൻ സ്ട്രക്ചർ എന്നാണ് പറയുന്നത്. അതായത് ഒരു ഓർഗനൈസേഷന്റെ ഘടനയെ പറ്റി, അല്ലെങ്കിൽ ഘടനയെ നമ്മൾ ഗ്രാഫിക്കലായിട്ടോ അല്ലെങ്കിൽ ഗ്രാഫിക്കലായിട്ട് നമ്മൾ ചിത്രീകരിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഓർഗനോഗ്രാം എന്ന് പറയുന്നത്. ഡയഗ്രമാറ്റിക്കൽ കറക്റ്റ് ആണ് കേട്ടോ പ്രമോദ്, കറക്റ്റ് ആണ്. അതായത് ഏതൊരു ഓർഗനൈസേഷൻ ആവാം, അത് ഹോസ്പിറ്റൽ തന്നെ ആവുന്ന നിർബന്ധമില്ല, സ്കൂൾ ആവാം, മറ്റെന്തോ ഓർഗനൈസേഷൻ എന്തുണ്ടാവും? ഓർഗനോഗ്രാം. കാരണം അതിനൊരു സ്ട്രക്ചർ ഉണ്ടാവും അല്ലെ? ആ ഒരു സ്ട്രക്ചറിനെ നമ്മൾ ഗ്രാഫിക്കലായിട്ട് റെപ്രസെന്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഓർഗാനോഗ്രാം എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഇനി ഞാൻ പറഞ്ഞു ഗ്രാഫിക്കലായിട്ട് റിപ്പീറ്റ് ചെയ്യണോ അത്? അതായത് ഓർഗാനോഗ്രാം മനസ്സിലെ ഓക്കെ,
ഞാൻ പറഞ്ഞു എഴുതി തരാം കേട്ടോ. കറക്റ്റ് ചെയ്ത് എന്താണെന്നുള്ളത് എഴുതി തരാം. നിങ്ങൾ അന്നേരം നോട്ട് ചെയ്ത് വെച്ചാൽ ഞാൻ ജസ്റ്റ് ജനറലി പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. എഴുതി തരാം. ജസ്റ്റ് ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഓർഗാനോഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇറ്റ് ഈസ് എ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ഓഫ് ഡയഗ്രമാറ്റിക് റെപ്രസെന്റേഷൻ ഓഫ് എൻ ഓർഗനൈസേഷണൽ സ്ട്രക്ചർ എന്നാണ് പറയുന്നത്. അതായത് ഒരു ഓർഗനൈസേഷന്റെ നോട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓർഗാനോഗ്രാം എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം കേട്ടോ. പറഞ്ഞു തരാം. ചിലത് മാത്രമേ നോട്ട് ചെയ്യാനുള്ളൂ. ഓക്കെ, അത് ഞാൻ ജസ്റ്റ് പറഞ്ഞു തരാം. അതല്ലാണ്ട് വേറെ അഡീഷണൽ നോട്ട്സ് അല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഓക്കെ, അതായത് ഒരു ഓർഗനൈസേഷന്റെ സ്ട്രക്ചർ, അതിന്റെ ഘടനയെ നമ്മൾ ഗ്രാഫിക്കലായിട്ട് റെപ്രസെന്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അതെ അതെ അതെ, പർവീൻ പറയുന്നുണ്ട്. ഓക്കെ, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഓർഗാനോഗ്രാം എന്ന് പറയുന്നത്. ഹോസ്പിറ്റലിന് ഉണ്ടാവും അതിന്റെ ഒരു ഘടനയുണ്ട് അല്ലെ, സ്കൂളിനും ഉണ്ട് അതിൻ്റെതായ ഒരു ഘടന. അപ്പൊ എല്ലാ അങ്ങനെയുള്ള ഓർഗനൈസേഷൻ എന്തുണ്ടാവും? ഓർഗാനോഗ്രാം, അതിന്റെ സ്ട്രക്ചർ ഉണ്ടാവും. അതിനെയാണ് നമ്മൾ അതിനെ ഗ്രാഫിക്കലായിട്ട് റെപ്രസെന്റ് ചെയ്യുന്നതിന് ഓർഗാനോഗ്രാം എന്നാണ് നമ്മൾ പറയുന്നത്. ഇനി ഞാൻ പറഞ്ഞു ഗ്രാഫിക്കലായിട്ട് റെപ്രസെന്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞു. എന്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ അതിനെ റെപ്രസെന്റ് ചെയ്യുന്നത്? അതായത് ഹൈറാർക്കിയൽ ഓർഡറിലായിരിക്കും, അതായത് ശ്രേണീപരമായിട്ടുള്ള രീതിയിൽ. സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് പറയുന്നത് ജസ്റ്റ് ഇങ്ങനെ പറയാം. നമ്മളൊരു പ്രൈമറി സ്കൂളിൽ എടുക്കാം, സാധാരണ ഒരു പ്രൈമറി സ്കൂളിൽ എടുക്കാം. ആ സ്കൂളിനകത്ത് നമുക്കറിയാം ഏറ്റവും തലപ്പത്തിരിക്കുന്ന ആളാരാ? ഹെഡ് മാസ്റ്റർ ആയിരിക്കും അല്ലെ. ഹെഡ് മാസ്റ്റർ അല്ലെങ്കിൽ ഹെഡ് മിസ്ട്രസ് ആയിരിക്കും. അതിന് തൊട്ട് താഴെ ആരാ വരുന്നത്? ക്ലാസ് ടീച്ചേഴ്സ് വരും അല്ലെ. ക്ലാസ് ടീച്ചേഴ്സിന്റെ താഴെ ആര് വരും? സ്റ്റുഡൻസ് വരും അല്ലെ. അങ്ങനെയല്ലേ? അപ്പൊ ആ ഒരു ശ്രേണീപരമായ രീതിയിലല്ലേ നമ്മൾ അതിനെ അതിന്റെ ഒരു ഘടനയെ കാണിച്ചത്. ഒരു സിമ്പിൾ ജസ്റ്റ് ഒരു എക്സാമ്പിൾ വേണ്ടി പറയുന്നതാണ് കേട്ടോ. അതായത് ഏറ്റവും ഉയർന്ന തലത്തിൽ ആരിയ്ക്കുന്നത്? ഹെഡ് മാസ്റ്റർ ഇരിക്കുന്നു. അതിന് തൊട്ട് താഴെ ക്ലാസ് ടീച്ചേഴ്സ് ഉണ്ടാവും. ക്ലാസ് ടീച്ചറിന്റെ കീഴിലാണ് ആര് വരുന്നത്? സ്റ്റുഡൻസ് വരുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ട് സ്റ്റുഡൻസിന് എന്തെങ്കിലും, അപ്പൊ അവിടെ എന്താണ്? ഓരോ പൊസിഷൻസിനെ അല്ലെ, ഓരോ ജോബ് പൊസിഷനെ വെച്ചിട്ടാണ് നമ്മൾ ആ ശ്രേണി രീതിയിൽ അതിനെ എന്ത് ചെയ്തിരിക്കുന്നത്? ചിത്രീകരിച്ചിരിക്കുന്നത്. ഓക്കെ, ഒരു പൊസിഷൻ ആവാം, അല്ലെങ്കിൽ റിപ്പോർട്ടിംഗ് റിലേഷൻഷിപ്പ്. അപ്പൊ സ്റ്റുഡൻസിനെ സംബന്ധിച്ച് അവർക്കൊരു ഇഷ്യൂ ഉണ്ടായി, അവർ ആരോട് റിപ്പോർട്ട് ചെയ്യും? ക്ലാസ് ടീച്ചറോട് റിപ്പോർട്ട് ചെയ്യും. ക്ലാസ് ടീച്ചർ ആർക്ക് റിപ്പോർട്ട് ചെയ്യും? അവരുടെ ഉയർന്ന തലത്തിലുള്ള ആരാ? ഹെഡ് മാസ്റ്റർ, അവരുടെ അടുത്ത് റിപ്പോർട്ട് ചെയ്യും. അപ്പൊ അങ്ങനെ ഒരു ശ്രേണി രീതിയിലാണ് നമ്മൾ അതിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അത് ഞാൻ സിമ്പിൾ ആയിട്ട് പറഞ്ഞു നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെന്റ് വൈസ് ആവാം, അല്ലെങ്കിൽ അവരുടെ ജോബ് പൊസിഷനെ ബേസ് ചെയ്തുകൊണ്ട് ഒരു ഹൈറാർക്കിയൽ രീതിയിൽ, ശ്രേണീപരമായ രീതിയിൽ നമ്മൾ അതിനെ റെപ്രസെന്റ് ചെയ്യുന്നത്, ഡയഗ്രാമാറ്റിക് ആയിട്ട് റെപ്രസെന്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഓർഗാനോഗ്രാം എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇനി നിങ്ങൾ എഴുതി വെച്ചോളൂ, നിങ്ങൾക്ക് ഇനി സംശയം വരണ്ട. ഞാൻ ഹോസ്പിറ്റൽ ഓർഗാനോഗ്രാം എന്താണെന്ന് തന്നെ കൃത്യമായിട്ട് പറഞ്ഞു തരാം. ജസ്റ്റ് നോട്ട് ചെയ്ത് വെച്ചോളൂ കേട്ടോ. അപ്പൊ ഇന്നല്ലെങ്കിൽ നാളെ പിന്നീട് ഓർഗാനോഗ്രാം എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു ഡൗട്ട് തോന്നും, ഇത് എന്തായിരുന്നു ഓർഗാനോഗ്രാം എന്നൊക്കെ ചിന്തിക്കും. ജസ്റ്റ് ഒന്ന് എഴുതി വെച്ചോളൂ കേട്ടോ. എഴുതി വെച്ചോളൂ, ഞാൻ പറയാം, നോട്ട് ചെയ്ത് വെച്ചോളൂ. എ ഹോസ്പിറ്റൽ ഓർഗാനോഗ്രാം visually represents the hierarchical structure, hierarchical, HIERARCHIAL കേട്ടോ. അങ്ങനെ പറയാം. ഹൈറാർക്കിയൽ സ്പെല്ലിംഗ് ആണ് പറയുന്നത്. HIERARCHIAL. സ്ലോ ആയിട്ട് പറയാൻ പോകുന്നത് അല്ലെ. ഹൈറാർക്കിയൽ സ്പെല്ലിംഗ് കിട്ടിയില്ലേ നിങ്ങൾക്ക്? അപ്പൊ ഞാൻ ഇങ്ങനെയാണ് പറഞ്ഞത്. എ ഹോസ്പിറ്റൽ ഓർഗാനോഗ്രാം വിഷ്വലി റെപ്രസെന്റ്സ്. ഫസ്റ്റ് തൊട്ട് പറയണോ? പറയാലോ? ഒന്ന് നോട്ട് ചെയ്ത് വെക്കട്ടെ, ശ്രദ്ധിക്കണേ. എ ഹോസ്പിറ്റൽ ഓർഗാനോഗ്രാം, നമ്മൾ ഹോസ്പിറ്റലിന്റെ ഘടനയാണ് പഠിക്കുന്നത്, അതുകൊണ്ടാണ് കേട്ടോ. എ ഹോസ്പിറ്റൽ ഓർഗാനോഗ്രാം visually represents the hierarchical structure. Hierarchical ഞാൻ സ്പെല്ലിംഗ് പറയാം. HIERARCHIAL. കറക്റ്റ് ആണ്. ഹൈറാർക്കിയൽ, ശ്രേണീപരമായ കേട്ടോ. ഹൈറാർക്കിയൽ സ്ട്രക്ചർ കിട്ടിയല്ലോ. ആൻഡ് റിപ്പോർട്ടിംഗ് റിലേഷൻഷിപ്സ് within a hospital.
അത്രേ ഉള്ളൂ കേട്ടോ ഓർഗാനോഗ്രാം. ഒന്നുകൂടെ ഞാൻ പറയാം. എ ഹോസ്പിറ്റൽ ഓർഗാനോഗ്രാം visually represents the hierarchical structure and reporting relationships within a hospital. Clear ആയോ? ഒന്നുകൂടെ പറയാം. A hospital organogram visually represents the hierarchical structure and reporting relationships within a hospital. എന്ന് പറഞ്ഞ എന്താണ്? ഞാൻ പറഞ്ഞു എല്ലാ ഓർഗനൈസേഷനും ഓർഗാനോഗ്രാം ഉണ്ടാവും കേട്ടോ. ഹോസ്പിറ്റലിൽ മാത്രമല്ല, സ്കൂളിലുണ്ടാവും, അങ്ങനെ എല്ലാത്തിനും ഉണ്ടാവും. നമ്മൾക്ക് ഇവിടെ പഠിക്കേണ്ടത് ഹോസ്പിറ്റലിന്റെ കേസാണ്. അതുകൊണ്ട് ഞാനത് ഹോസ്പിറ്റൽ ഓർഗാനോഗ്രാം എടുത്തു പറഞ്ഞത് മാത്രം കേട്ടോ. ഹോസ്പിറ്റൽ ഓർഗാനോഗ്രാം എന്ന് പറയുന്നത് എന്താണ്? വിഷ്വലി റെപ്രസെന്റ് ചെയ്യുന്നത്, ഒരു ഡയഗ്രാമാറ്റിക് ആയിട്ട് റെപ്രസെന്റ് ചെയ്യണം. എന്താ റെപ്രസെന്റ് ചെയ്യുന്നത്? ഹൈറാർക്കിയൽ സ്ട്രക്ചർ. ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, ശ്രേണീപരമായിട്ടുള്ള ഒരു ഘടനയാണ്. ഏറ്റവും ഉയർന്ന തലം, അതിന്റെ തൊട്ട് താഴെ, അതിന്റെ തൊട്ട് താഴെ, അങ്ങനെ തന്നെ. അതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ശ്രേണീപരമായിട്ടുള്ള ഒരു ഘടനയാണ്. ആൻഡ് റിപ്പോർട്ടിംഗ് റിലേഷൻഷിപ്സ്, അതായത് ഓരോരോ ഡിപ്പാർട്ട്മെന്റുകൾ തമ്മിലോ അല്ലെങ്കിൽ ചിലവരുടെ ജോബ് പൊസിഷൻ വെച്ച് ആർക്ക് റിപ്പോർട്ട് ചെയ്യണം. നമുക്കറിയാം, ഏറ്റവും താഴ്ന്ന തലത്തിൽ നിൽക്കുന്ന ആള് ആരോടായിരിക്കും റിപ്പോർട്ട് ചെയ്യാം? അയാളുടെ ഉയർന്ന തലത്തിലുള്ള ആളുടെ അടുത്തായിരിക്കും. ഞാൻ നേരത്തെ ഒരു എക്സാമ്പിൾ ജസ്റ്റ് പറഞ്ഞില്ലേ, സ്കൂളിന്റെ ഒരു പ്രൈമറി സ്കൂൾ എടുത്താൽ അവിടെ ഒരു ഹെഡ് മാസ്റ്റർ ഉണ്ടാവും, അതിന്റെ തൊട്ട് താഴെ ക്ലാസ് ടീച്ചർ ഉണ്ടാവും, അതിന്റെ താഴെ സ്റ്റുഡൻസ് ഉണ്ടാവും. സ്റ്റുഡൻസ് ആരെയാണ് അവരുടെ ഇഷ്യൂസ് റിപ്പോർട്ട് ചെയ്യുക? ക്ലാസ് ടീച്ചറോട് റിപ്പോർട്ട് ചെയ്യും. ക്ലാസ് ടീച്ചർ പോയിട്ട് ഹെഡ് മാസ്റ്ററിനോട് റിപ്പോർട്ട് ചെയ്യും. എപ്പോഴും താഴ്ന്ന തലത്തിലുള്ള ആൾക്കാർ അവരുടെ തൊട്ട് ഉയർന്ന തലത്തിലുള്ള ആൾക്കാരുടെ അടുത്തായിരിക്കും റിപ്പോർട്ട് ചെയ്യുക. അപ്പൊ അങ്ങനെ ഒന്നില്ലെങ്കിൽ ചില ഡിപ്പാർട്ട്മെന്റ്സുകൾ തമ്മിലുള്ള ആ ഒരു റിലേഷൻ ആയിരിക്കാം. അതായത് താഴ്ന്ന തലം അല്ല ഉയർന്ന തലം, താഴ്ന്ന തലം, അല്ലെങ്കിൽ അവരുടെ ജോബ് പൊസിഷനെ വെച്ചിട്ടായിരിക്കാം. അതിൽ ഏറ്റവും ഉയർന്ന പൊസിഷൻ തൊട്ട് താഴെ അങ്ങനെ ആ ഒരു രീതിയിലുള്ള റെപ്രസെന്റേഷൻ, അതിന്റെ ഘടനയാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് കേട്ടോ. അങ്ങനെയുള്ള റെപ്രസെന്റേഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഓർഗാനോഗ്രാം ഇവിടെ എന്ന് പറയുന്നത്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു കേട്ടോ. ക്ലിയർ അല്ലേ? ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ ഉണ്ടാവാം. ഡിസ്ക്രിപ്റ്റീവ് ഒന്നുമല്ല, ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. കാര്യങ്ങൾ വൃത്തിയായിട്ട് മനസ്സിലാക്കിയാൽ മാത്രം മതി. ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ എക്സാമിൽ ഉണ്ടാവാം, ഡിസ്ക്രിപ്റ്റീവ് അല്ല. ഓക്കെ, അപ്പൊ ക്ലിയർ ആയല്ലോ ഓർഗാനോഗ്രാം എന്താന്നുള്ളത്? ക്ലിയർ ആയിട്ടോ. അപ്പൊ നമുക്ക് പറയാം, ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകും. ഇതിൽ കൂടുതൽ നിങ്ങൾക്ക് ഒരു ഓർഗാനോഗ്രാം ഡയഗ്രാം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. ആ ഡയഗ്രത്തിനകത്ത് കൂടുതൽ ക്വസ്റ്റ്യൻസ് അതിനകത്തുനിന്ന് വരാനില്ല. ഒന്ന്, നിങ്ങൾ അതിന്റെ കറക്റ്റ് ഓരോരുത്തരുടെയും സ്ഥാനങ്ങൾ കറക്റ്റ് ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കി വെക്കണം കേട്ടോ. ആരുടെ അണ്ടറിലാണ് വരുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കണം. അതുപോലെ ചില ഫുൾ ഫോംസുകൾ അത് വേണമെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ ആരോടാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത്. അപ്പൊ അയാൾ നിൽക്കുന്നതിന്റെ ഉയർന്ന തലത്തിലുള്ള ആളുടെ അടുത്തായിരിക്കും അത് റിപ്പോർട്ട്. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് അതിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യാവുന്നത്. അപ്പൊ നമുക്കൊന്ന് ജസ്റ്റ് പറഞ്ഞാലോ? ഓക്കെ, പറയാലോ? കണ്ടിന്യൂ ചെയ്യാലോ? അതോ നെക്സ്റ്റ് ക്ലാസ്സിൽ മതിയോ? എന്ത് വേണം? ഇപ്പൊ കണ്ടിന്യൂ ചെയ്താൽ മതിയോ? യെസ്, ഇപ്പൊ കണ്ടിന്യൂ ചെയ്യാം. ജസ്റ്റ് ഒന്ന് പറയാം കേട്ടോ. അപ്പൊ നോക്കൂ, ഓർഗാനോഗ്രാം നോക്കൂ. ഫസ്റ്റ് വൺ ആരാ പറയുന്നത്? മെഡിക്കൽ ഡയറക്ടർ. ആരാണ്? മെഡിക്കൽ ഡയറക്ടർ കേട്ടോ. അതെന്താണെന്നൊന്നും നിങ്ങൾ അറിയണ്ട, അത്രയും ഡെപ്തിലോട്ടൊന്നും പോകണ്ട, മനസ്സിലാക്കി വെക്കുക. ഏറ്റവും ഉയർന്ന തലത്തിൽ നിൽക്കുന്നത് മെഡിക്കൽ ഡയറക്ടർ. അദ്ദേഹം ഒരു ഫിസിഷ്യൻ തന്നെയായിരിക്കും കേട്ടോ. അതായത് മെഡിസിൻ ഒക്കെ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്നുള്ള ഗൈഡൻസ് ഒക്കെ കൊടുക്കുന്ന ഒരാളാണ്. ഓക്കെ, മെഡിക്കൽ ഡയറക്ടർ. അതിന് തൊട്ട് താഴെ ആരാ വരുന്നത്? HOD, ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ്. HOD എന്താണ്? എക്സ്പാൻഷൻ ഫോം എന്താണ്? ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ്. കോളേജിലൊക്കെ അറിയാലോ, ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ്, HOD. ഓക്കെ, അപ്പൊ അദ്ദേഹം ആരുടെ കീഴിലാണ് വരുന്നത്? നോക്കിയേ, മെഡിക്കൽ ഡയറക്ടറിന്റെ അണ്ടറിലാണ് ആര് വരുന്നത്? HOD വരുന്നത് അല്ലെ. ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ് വരുന്നത്. നമുക്കറിയാം, ആ ഡിപ്പാർട്ട്മെന്റിലെ സ്റ്റാഫുകളും അല്ലെങ്കിൽ ആ ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ട എനി മാറ്റേഴ്സ്, എല്ലാ മാറ്റേഴ്സും ഹാൻഡിൽ ചെയ്യുന്ന, ടേക്ക് കെയർ ചെയ്യുന്ന ഒരു വ്യക്തിയായിരിക്കും എന്ത്? HOD എന്ന് പറയുന്നത്, ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ്. ഓക്കെ, അപ്പൊ തുടക്കാരാണ് മെഡിക്കൽ ഡയറക്ടർ. അദ്ദേഹത്തിന് കീഴെ ആരാണ്? HOD, ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ്. അദ്ദേഹത്തിന്റെ താഴെ ആരാണ് വരുന്നത്? ചീഫ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ. ആരാണ്? ചീഫ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ, ചീഫ് ഓഫ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ, ബ്ലഡ് ട്രാൻസ്ഫ്യൂഷന്റെ ചീഫ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇനി നോക്കി, നോക്കൂ, അതിനകത്ത് അദ്ദേഹത്തിന്റെ അണ്ടറിൽ 3 പേര് വരുന്നുണ്ട് കേട്ടോ. അദ്ദേഹത്തിന്റെ അണ്ടറിൽ 3 പേരാണ് ഒരേ ലെവലിൽ വരുന്നത്. 3 ആയിട്ടാണ് അതിന് തിരിച്ചിരിക്കുന്നത്. 3 പേര് ഒരേ ലെവലിൽ വരുന്നവരുണ്ട്. അവരാരൊക്കെയാണ് നോക്കൂ. ഒന്ന്, ഫോൺ ഓഫ് ആയി പോയിരുന്നു. ഓക്കെ, കുഴപ്പമില്ല. റെക്കോർഡിംഗ് ക്ലാസ് കാണണം കേട്ടോ. ഓക്കെ, കുഴപ്പമില്ല. നിങ്ങൾ പിന്നീട് ആയാലും റെക്കോർഡിംഗ് ക്ലാസ് ആയാലും കണ്ടോളൂ കേട്ടോ.
ഓക്കെ, അപ്പൊ നോക്കൂ, ചീഫ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷന്റെ അണ്ടറിലായിട്ട് 3 പേരാണ് ഒരേ ലെവലിൽ വരുന്നത്. അതിൽ ഒരാളാണ് എന്റെ ലെഫ്റ്റിൽ നോക്കിയ BTO. BTO ഫുൾ ഫോം നോക്കി വെക്കണം കേട്ടോ. ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ഓഫീസർ. BTO ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ഓഫീസർ. കിട്ടിയോ? ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ഓഫീസർ. പിന്നെ ആരാണ്? ക്വാളിറ്റി മാനേജർ. ആരാണ്? ക്വാളിറ്റി മാനേജർ. ദെൻ മൂന്നാമത്തെ ആൾ ആരാണ്? ടെക്നിക്കൽ സൂപ്പർവൈസർ. ആരാണ്? ടെക്നിക്കൽ സൂപ്പർവൈസർ. കിട്ടിയോ നിങ്ങൾക്ക്? അപ്പൊ നമ്മള് ആദ്യം ആരായിരുന്നു? മെഡിക്കൽ ഡയറക്ടർ. അദ്ദേഹത്തിന്റെ കീഴില് ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ് HOD. അതിന് താഴെ ആരായിരുന്നു? ചീഫ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ. ഓക്കെ, ചീഫ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ അദ്ദേഹത്തിന്റെ അണ്ടറിൽ ഒരേ തലത്തിൽ വരുന്ന 3 പേരാണുള്ളത് കേട്ടോ. ആരൊക്കെയാണെന്ന്? BTO ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ഓഫീസർ. ഓക്കെ, പിന്നെ ആരാണ്? ക്വാളിറ്റി മാനേജർ, പിന്നെ ടെക്നിക്കൽ സൂപ്പർവൈസർ. ക്ലിയർ ആയോ? ഓക്കെ, ക്വാളിറ്റി മാനേജറിന്റെ അണ്ടറിൽ പിന്നെ ആരും വരുന്നില്ല കേട്ടോ, അതവിടെ സ്റ്റോപ്പ് ആയി. പിന്നെ അടുത്ത് നോക്കൂ, BTO നമ്മൾ പറഞ്ഞു അല്ലെ, BTO ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ഓഫീസർ. അദ്ദേഹത്തിന്റെ അടിയിൽ ആരാണ് വരുന്നത്? ടെക്നീഷ്യൻ. ആരാണ്? ടെക്നീഷ്യൻ. ഓക്കെ, ടെക്നീഷ്യന്റെ അണ്ടറിൽ ആരാ വരുന്നത്? അസിസ്റ്റന്റ് ടെക്നീഷ്യൻ. നിങ്ങൾ നോട്ട്സ് എടുത്ത് വെക്കണം കേട്ടോ, പ്രിന്റ് എടുത്ത് വെക്കണം കേട്ടോ. സ്ക്രീൻ കാണുന്നില്ല. ആരാണ്? എന്നെയാണോ കാണാത്തെ സ്ക്രീനില്? നിങ്ങളുടെ നോട്ട്സ് എടുത്ത് വെക്കണം. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു 35 ചാപ്റ്റേഴ്സ് ഉണ്ട്. ആ 35 ചാപ്റ്റേഴ്സും നിങ്ങൾ പ്രിന്റ് എടുത്ത് സൂക്ഷിച്ച് വെക്കണം കേട്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് വരും. നമ്മൾ ക്ലാസ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് ആ നോട്ട് നോക്കിക്കഴിഞ്ഞാലാണ് കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാവുള്ളൂ കേട്ടോ. അതുകൊണ്ടാണ് പ്രിന്റ് എടുക്കാൻ പറഞ്ഞത്. ഓക്കെ, അപ്പൊ നോക്കൂ, BTOന്റെ അണ്ടറിൽ ആരാ വരുന്നത്? ടെക്നീഷ്യൻ വരുന്നു. സ്പൈറൽ ചെയ്തു. ഓക്കെ, വെരി ഗുഡ്. ടെക്നീഷ്യന്റെ അണ്ടറിൽ ആരാണ് വരുന്നത്? അസിസ്റ്റന്റ് ടെക്നീഷ്യൻ. ക്ലിയർ ആണല്ലോ? അപ്പൊ ആ ഒരു സൈഡ് കഴിഞ്ഞു കേട്ടോ, അതവിടെ നിന്നോ. ക്വാളിറ്റി മാനേജറിന്റെ അണ്ടറിൽ ആരും വരുന്നില്ല. ഓക്കെ, ഇനി ഇപ്പുറത്തെ സൈഡ് റൈറ്റിലേക്ക് നോക്കിയേ, ടെക്നിക്കൽ സൂപ്പർവൈസർ. ഓക്കെ, ടെക്നിക്കൽ സൂപ്പർവൈസർ. അദ്ദേഹത്തിന്റെ അണ്ടറിൽ ആരാണ് വരുന്നത്? ക്ലർക്ക് വരുന്നുണ്ട്, നേഴ്സ് വരുന്നുണ്ട്, PRO വരുന്നുണ്ട്. ആരാണ് PRO? ആരാണ് PRO? പബ്ലിക് റിലേഷൻ ഓഫീസർ. ആരാണ് PRO? ആരാണ്? പബ്ലിക് റിലേഷൻ ഓഫീസർ. ഓക്കെ, പബ്ലിക് റിലേഷൻ ഓഫീസർ കേട്ടോ. അത് തന്നെ നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ പോകുമ്പോൾ അഡ്മിറ്റ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ പേപ്പർ വർക്കും കാര്യങ്ങളൊക്കെ ശരിയാക്കാനായിട്ടൊക്കെ ഇദ്ദേഹത്തിന് നമുക്ക് കോണ്ടാക്ട് ചെയ്യേണ്ടി വരാറുണ്ട്. PRO കേട്ടോ, പബ്ലിക് റിലേഷൻ ഓഫീസർ. അതെ, നിങ്ങൾക്ക് അറിയാം. ഓക്കെ, അപ്പൊ ഞാൻ ഒന്നും കൂടെ ഓർഗാനോഗ്രാം പറയാണ്. ആദ്യത്തെ ഏറ്റവും ഉയർന്ന തലത്തിൽ ആരാണ് നോക്കൂ? മെഡിക്കൽ ഡയറക്ടർ. അദ്ദേഹത്തിന്റെ അണ്ടറിൽ ആരാണ്? HOD അല്ലെ, ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ്. അതിന് തൊട്ട് താഴെ ആരാ വരുന്നത്? ചീഫ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ. അദ്ദേഹത്തിന്റെ അണ്ടറിൽ 3 പേരാണ് വരുന്നത് എന്ന് പറഞ്ഞ ഒരേ തലത്തിൽ 3 പേരാണ്, 3ആയിട്ട് തിരിച്ചിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ ആളാരാണ്? എന്താണ്? സൂപ്പർവൈസർ, ക്ലർക്ക്. ക്ലർക്ക്, നഴ്സ്, PRO ഒക്കെ വരുന്നത് ടെക്നിക്കൽ സൂപ്പർവൈസറിന്റെ അണ്ടറിലാണ് കേട്ടോ. ഓക്കെ, ചീഫ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷന്റെ അണ്ടറിൽ 3 പേരാണ് ഒരേ ലെവലിൽ വരുന്നത്. ഒന്ന് BTO ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ഓഫീസർ, പിന്നെ ക്വാളിറ്റി മാനേജർ, ടെക്നിക്കൽ സൂപ്പർവൈസർ. ക്ലിയർ ആണല്ലോ? ഓക്കെ, ക്വാളിറ്റി മാനേജറിന്റെ അണ്ടറിൽ ആരും വരുന്നില്ല, അവിടെ അത് സ്റ്റോപ്പ് ആയി. പിന്നെ BTOന്റെ അണ്ടറിൽ എന്തുണ്ട്? ടെക്നീഷ്യൻ വരുന്നു. ടെക്നീഷ്യന്റെ അണ്ടറിൽ അസിസ്റ്റന്റ് ടെക്നീഷ്യൻ വരുന്നു. ക്ലിയർ ആണല്ലോ? ലെഫ്റ്റ് സൈഡ് ഓക്കെ ആണല്ലോ? സെൻട്രലിൽ ക്വാളിറ്റി മാനേജർ, അതും ഓക്കെ ആണ്. ഇനി റൈറ്റിലോട്ട് വന്നേ, ടെക്നിക്കൽ സൂപ്പർവൈസർ. ടെക്നിക്കൽ സൂപ്പർവൈസറിന്റെ അണ്ടറിൽ ആരാ വരുന്നത്? ക്ലർക്ക് വരുന്നുണ്ട്, നേഴ്സസ് വരുന്നുണ്ട്, PRO വരുന്നുണ്ട്. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. HODയുടെ ഫുൾ ഫോം അറിയാം, നിങ്ങൾക്ക് അറിയാം, ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ്. BTOന്റെ ഫുൾ ഫോം അറിയണം, ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ഓഫീസർ. ഓക്കെ, വേണ്ട, ഡീപ്പായിട്ട് അറിയണ്ട കേട്ടോ, അത്ര ഡെപ്തിലേക്കൊന്നും നമുക്ക് പോകണ്ട. നമ്മൾക്ക് കൂടുതൽ ഡെപ്തിലേക്ക് ചെകഞ്ഞ് നോക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ അല്ലേ പഠിക്കുന്നത്, അതിന്റെ എന്താണെന്നോ അങ്ങനെയൊന്നും അറിയണ്ട. ജസ്റ്റ് അതിന്റെ കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഒരു ഓവറോൾ ഐഡിയ ആണ് നമുക്ക് വേണ്ടത്, കൂടുതൽ ഡെപ്തിലേക്ക് പോകണ്ട കേട്ടോ. ഓക്കെ, അപ്പൊ നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ട HOD എന്റെ ഫുൾ ഫോം അറിയണം, ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ്. BTO എന്ന് പറഞ്ഞ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ഓഫീസർ. PRO എന്ന് പറഞ്ഞ പബ്ലിക് റിലേഷൻ ഓഫീസർ. ഇതിന്റെ ഫുൾ ഫോം അറിയണം. ഇനി ഇതിന് എങ്ങനെ ചോദ്യം വരാം? എങ്ങനെ വരാം? ഇപ്പൊ ചോദിക്കാണ്, ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ് ആരുടെ അണ്ടറിലാണ് വരുന്നത് എന്ന് ചോദിക്കാണ്. ആരുടെ കീഴിലാണ് വരുന്നത്? ആരുടെ കീഴിലാണ്? മെഡിക്കൽ ഡയറക്ടറിന്റെ കീഴിലാണ്. ഓക്കെ, എന്താണ്? മെഡിക്കൽ ഡയറക്ടറിന്റെ കീഴിലായിരിക്കും വരുന്നത്. തിരിച്ചു വേണമെങ്കിൽ ഇങ്ങനെ ചോദിച്ചൂടെ, മെഡിക്കൽ ഡയറക്ടറിന്റെ കീഴില് ആരാ വരുന്നതെന്ന് വെച്ചാൽ എന്ത് പറയും?
HOD അല്ലെ, ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ്. അപ്പൊ ആരുടെ തലത്തിലാണ് അത് കറക്റ്റ് ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. അത് മനസ്സിലാക്കുക മാത്രമല്ല, നിങ്ങൾ ഒരു പ്രാവശ്യം കാണാതെ നോട്ട് ബുക്കിൽ എഴുതി നോക്കണം കേട്ടോ. നോട്ട് ബുക്കിൽ നിങ്ങൾ എഴുതി നോക്കണം. കാരണം അതിന്റെ കറക്റ്റ് ഓർഡർ ഒരിക്കലും തെറ്റിപ്പോകരുത്. നിങ്ങൾക്ക് അത് ചിലപ്പോൾ ഓർഡർ തെറ്റിച്ച് തരും. എന്നിട്ട് കറക്റ്റ് ആക്കാൻ പറയും, അല്ലെങ്കിൽ ഇന്ന ആളുടെ അണ്ടറിൽ ഇന്ന ആളാണ് വരുന്നതെന്നൊക്കെ അറിയണമെങ്കിൽ നിങ്ങളത് മനസ്സിലാക്കിയിട്ട് ഒരു പ്രാവശ്യമെങ്കിലും നോട്ട്ബുക്കിൽ ജസ്റ്റ് ഒരു ഡയഗ്രമായിട്ട് എഴുതി നിങ്ങളൊന്ന് എഴുതി നോക്കണം കേട്ടോ. നിങ്ങൾക്ക് ഉപകാരപ്പെടും. ഓക്കെ ആണല്ലോ? അതുപോലെ ഞാൻ ചോദിക്കുകയാണ്, ഒരു ടെക്നീഷ്യൻ ആരെയാണ് റിപ്പോർട്ട് ചെയ്യുക? ആരോടാണ് റിപ്പോർട്ട് ചെയ്യുക? BTOന്റെ അടുത്ത് റിപ്പോർട്ട് ചെയ്യും. കാരണം ടെക്നീഷ്യന്റെ തൊട്ട് മുകളിൽ ആരായിരിക്കുന്നത്? BTO ആണുള്ളത്, ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ഓഫീസർ. അപ്പൊ അദ്ദേഹത്തിനോട് തന്നെ റിപ്പോർട്ട് ചെയ്യാം. ഇനി ഇങ്ങനെ ചോദിക്കാം, ടെക്നീഷ്യൻ ആരുടെ അണ്ടറിലാണ് വരുന്നത്, ആരുടെ കീഴിലാണ് വരുന്നത്? അപ്പൊ നിങ്ങൾ പറയണം BTOന്റെ അണ്ടറിലാണ് വരുന്നത്. അപ്പൊ ആ ഒരു ഡയഗ്രാം കറക്റ്റ് ആയിട്ട് മനസ്സിലായി കഴിഞ്ഞാൽ ഓക്കെ ആണ് നിങ്ങൾക്ക്. ഓക്കെ ആണല്ലോ? അപ്പൊ നമ്മൾ ഓർഗാനോഗ്രാം എന്താണെന്ന് മനസ്സിലാക്കി കേട്ടോ. ഇതിൽ കൂടുതൽ ഓരോ പൊസിഷൻ എന്താണോ അതൊന്നും നിങ്ങൾ ഡെപ്തിലേക്ക് പോകണ്ട, കാര്യങ്ങൾ മനസ്സിലാക്കി വയ്ക്കാം. മെഡിക്കൽ ഡയറക്ടറിന്റെ അണ്ടറിൽ HOD വരുന്നു, അദ്ദേഹത്തിന്റെ അണ്ടറിൽ ചീഫ് ഓഫ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ വരുന്നു. ഇനി അദ്ദേഹത്തിന്റെ അണ്ടറിലായിട്ട് 3 പേരാണ് വരുന്നത്. BTO വരുന്നു, ക്വാളിറ്റി മാനേജർ വരുന്നു, ടെക്നിക്കൽ സൂപ്പർവൈസർ വരുന്നു. ഇനി ക്വാളിറ്റി മാനേജറിന്റെ അണ്ടറിൽ ആരും വരുന്നില്ല, പക്ഷെ BTOന്റെ അണ്ടറിൽ ടെക്നീഷ്യൻ വരുന്നു, അദ്ദേഹത്തിന്റെ കീഴിൽ അസിസ്റ്റന്റ് ടെക്നീഷ്യൻ വരുന്നു. ഓക്കെ. ഇനി ടെക്നിക്കൽ സൂപ്പർവൈസർ റൈറ്റില്, ടെക്നിക്കൽ സൂപ്പർവൈസറിന്റെ അണ്ടറിലായിട്ട് ക്ലർക്കും നഴ്സസും PROസും വരുന്നു. അത് മനസ്സിലാക്കി വെക്കാം. PROന്റെ ഫുൾ ഫോം പബ്ലിക് റിലേഷൻ ഓഫീസർ ആണ്. BTO എന്ന് പറഞ്ഞ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ഓഫീസർ ആണ്. ഇതൊക്കെ ക്ലിയർ ചെയ്ത് വെക്കാം. ഇത്രയേ ഉള്ളൂ കേട്ടോ അതിനകത്ത്. ഓക്കെ ആണോ? ക്ലിയർ ആണോ? ക്ലർക്ക്, നഴ്സ്, PRO. ഓക്കെ. അപ്പൊ നമുക്ക് നമ്മുടെ ക്ലാസ് ഇന്ന് വൈൻഡ് അപ്പ് ചെയ്യാം. നിങ്ങൾക്ക് ഫോളോ ചെയ്ത് പോകാൻ പറ്റുന്നുണ്ടോ ക്ലാസ്? ഓക്കെ ആണോ? ക്ലിയർ ആയി പോകുന്നില്ലേ? എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കണം കേട്ടോ. അപ്പൊ തന്നെ ക്ലിയർ ചെയ്ത് പോകാം. മാക്സിമം നിങ്ങൾക്ക് ഇവിടെ നിന്ന് പഠിച്ചു പോകാൻ പറ്റുകയാണെങ്കിൽ അത്രയും നല്ലതാണ്. കാരണം ടൈം സേവ് ചെയ്യാമല്ലോ. നിങ്ങളൊക്കെ എല്ലാവരും ബിസി ആയിരിക്കും, എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഉണ്ടാവും അറിയാം. അപ്പൊ ടൈം സേവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഗ്രാഫ് കൺഫ്യൂസ് ആകുന്നു. ഗ്രാഫ് എന്താണ് കൺഫ്യൂഷൻ? അതിനകത്ത് ഞാൻ 2-3 പ്രാവശ്യം പറഞ്ഞിരുന്നു. അപ്പൊ ഓക്കെ, നമുക്കൊന്ന് ജസ്റ്റ് കൺക്ലൂഡ് ചെയ്ത് പറയാം കേട്ടോ. ഇന്ന് നമ്മൾ ബ്ലഡ് ബാങ്കിനെ കുറിച്ചാണ് പഠിച്ചത്. ഞാൻ അടുത്ത ദിവസം വരുമ്പോൾ ഞാൻ ചോദിക്കും കേട്ടോ. അപ്പൊ നിങ്ങളൊക്കെ ആൻസർ ചെയ്യണം, നന്നായിട്ട് റെസ്പോണ്ട് ചെയ്യണം. അപ്പൊ നമ്മൾ ജനറൽ ആയിട്ട് ബ്ലഡ് ബാങ്കിനെ കുറിച്ചൊരു ഐഡിയ ഉണ്ടായി. അതുപോലെ വേൾഡ് ബ്ലഡ് ഡൊണേഷൻ ഡേ ജൂൺ 14 നാഷണൽ ബ്ലഡ് ഡൊണേഷൻ ഡേ ഒക്ടോബർ 1. ബ്ലഡ് ബാങ്ക് എന്താണെന്ന് മനസ്സിലാക്കി, അതിന്റെ ഫങ്ഷൻസ് എന്താണെന്ന് മനസ്സിലാക്കി, അതിന്റെ ഐഡിയൽ ലൊക്കേഷൻ എവിടെ ആയിരിക്കണമെന്നും നമ്മൾ മനസ്സിലാക്കി. ഓക്കെ ആണല്ലോ? ഓക്കെ ആണ്. അപ്പൊ ഞാനൊന്ന് അൺമ്യൂട്ട് ചെയ്യാം. നിങ്ങൾക്ക് ക്ലിയർ ആവുന്നുണ്ടോ? ഓക്കെ ആണോ? ക്ലിയർ ആണ് മാം. ക്ലിയർ ആണ്. ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യാലോ. ക്ലിയർ ആണ്. ഞാൻ അവർക്ക് ബുദ്ധിമുട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾ ഈ ട്രാക്കിലേക്ക് വരും. ഓക്കെ, ആ ട്രാക്കിലേക്ക് വന്നു കഴിയുമ്പോൾ നമുക്ക് കുറച്ചും കൂടി സ്പീഡ് കുട്ടിയൊക്കെ വരും. നാളെ ക്ലാസ്? നാളെ ക്ലാസ് ഉണ്ടോ? നാളെ ക്ലാസ് 3 ദിവസം അപ്പൊ താങ്ക് യു. ക്ലിയർ ആണല്ലോ എല്ലാവർക്കും? യെസ് മാം, ക്ലിയർ ആണ്. നമുക്ക് ഭയങ്കര ചെയ്യാലോ. യെസ് മാം. ഓക്കെ മാം, താങ്ക് യു ഫോർ യുവർ ക്ലാസ് മാം. ഓക്കെ. നാളെ ക്ലാസ് ഇല്ല കേട്ടോ. നാളെ നിങ്ങൾക്ക് ക്ലാസ് വരുന്നില്ല. ഇനി മൺഡേ ഉണ്ടാവും കേട്ടോ. മൺഡേ ക്ലാസ് ഉണ്ടാവും.
മൺഡേ ക്ലാസ് ഉണ്ടാവും കേട്ടോ. നോട്ട്സ് ഒക്കെ എല്ലാവരും പ്രിന്റ് എടുത്ത് വെക്കണം, മറക്കരുത്. ഓക്കെ, താങ്ക് യു.